ഓഡിബിൾ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാമോ? വെൽക്കം ബാക്ക് ഗൈസ്. ചെറിയൊരു കണക്ടിവിറ്റി ഇഷ്യൂ ആയിരുന്നു. കാണാമല്ലോ അല്ലേ? ഹായ് നവ്യ, ഗുഡ് ഈവനിങ്. വരട്ടെ ആളുകൾ കയറട്ടെ. വെൽക്കം സമീറ, വെൽക്കം നവ്യ, നീതു, ജസീല, ശ്രീഹരി, സമീറ, രാജ്ന, ജാസ്മിൻ, വെൽക്കം. കേൾക്കാമല്ലോ? കാണാമല്ലോ? സ്ക്രീനിൽ എഴുതുന്ന കാണാമല്ലോ? ഓൾ ഗുഡ്? ഹരിനന്ദൻ, വെൽക്കം. ഓക്കെ ഗൈസ്, ഓൾ ഗുഡ്. ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കണക്ടിവിറ്റിയൊക്കെ പെർഫെക്റ്റ് ആണ്. കിങ്ങിണി ഗുഡ് ഈവനിങ്. ആര്യ ഗുഡ് ഈവനിങ്. സോ ലെറ്റ് സ്റ്റാർട്ട് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നമുക്ക് ഡിഗ്രി പ്രിലിംസിന് ഏകദേശം 50 ദിവസം ഇനി ബാക്കിയുള്ള സമയത്ത് ഒരു ക്രാഷ് കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിയുന്നതും ഈ ക്ലാസ്സിനൊപ്പം തന്നെ ക്ലാസ് പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്തുകൊണ്ട് ലൈവായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. കാരണം നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ഭാഗമായിട്ട് ഈ കോഴ്സിനെ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ കോഴ്സ് മീൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ പഠിക്കാൻ കാണത്തുള്ളൂ. ആ ഒരു അഷ്വറൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പരമാവധി മനസ്സിലാക്കി പോകാനുള്ള ഒരു കോഴ്സ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അശ്വന്ത്, വെൽക്കം. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈ ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടോളൂ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ക്ലെയിം ഉന്നയിച്ചതെന്നുള്ള കാര്യം. ഓക്കെ, ക്ലാസ്സിൽ തന്നെ എങ്ങനെ ആ ഒരു പഠനം, കാരണം ഇത് ഒബ്ജക്റ്റീവ് എക്സാം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, കാരണം ഒബ്ജക്റ്റീവ് എക്സാമിൽ നമുക്കറിയാം, ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആ 4 ഓപ്ഷൻസിൽ എ ആയിട്ടും ബി ആയിട്ടും സി ആയിട്ടും ഡി ആയിട്ടും എന്ത് തന്നിട്ടുണ്ടേ? ആൻസർ തന്നിട്ടുണ്ട്. ആൻസർ ഈസ് അവൈലബിൾ അല്ലേ? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അറൈവിങ് അറ്റ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ടൈലർ മെയ്ഡ് അപ്രോച്ചാണ്. നമ്മൾ ഏറ്റവും വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് തന്നെയാണ് ആദ്യം കവർ ചെയ്ത് പോകുന്നത്. ഉദാഹരണത്തിന് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജോഗ്രഫിയിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പോർഷനാണെന്ത്, ഓഷനോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട് ഓഷൻ കറൻസ് എന്നുള്ളത്. അപ്പോൾ അത് ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും ശരി, മെയിൻസ് ആണെങ്കിലും ശരി, ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേക ഘടനയുണ്ട്, ഒരു പ്രത്യേക രീതിയിലാണ് അവർ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് അവർ ചോദിക്കാറുണ്ട് എന്താണ്, നമ്മുടെ അറ്റക്കാമൻ ഡെസേർട്ടിനെ എൻഹാൻസ് ചെയ്യുന്ന കോൾഡ് കറണ്ട് ഏതാണെന്ന് ചോദിക്കും. എന്താണ്, അറ്റക്കാമ ഡെസേർട്ടിനെ എൻഹാൻസ് ചെയ്യുന്ന കോൾഡ് കറണ്ട് ഏതാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ സഹാറ മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ട് സഹാറൻ ഡെസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വെസ്റ്റ് സൈഡ് ഓഫ് ദ കോണ്ടിനെൻ്റ് അല്ലേ, സോ ആ വെസ്റ്റേൺ സൈഡിലെ ആരിഡ്നെസ് അല്ലെങ്കിൽ സഹാറൻ ഡെസേർട്ടിന് കാരണമായിട്ടുള്ള കോൾഡ് കറണ്ട് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഷൻ കറൻസ് കൃത്യമായിട്ട് അറിയണം. ഓക്കെ, സോ ഇന്നത്തെ ലെക്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓഷൻ കറൻസ് കവർ ചെയ്യുന്നുണ്ട്. ഇത് വരച്ച് തന്നെ പഠിക്കണം. ഓക്കെ, ഇത് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കണം, ആ ലോജിക്ക് നിങ്ങൾക്ക് വേണം. ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഒരു മാർക്കിൻ്റെ പൊട്ടൻഷ്യൽ ഏരിയ ആണ്. നിങ്ങളുടെ പ്രിലിംസിൽ മാത്രമല്ല, ഓഷനോഗ്രഫിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ഏത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ടൈറ്റ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ബാക്കി ഓഷൻ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഓഷൻ കറൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ക്വയറ്റ് ഓഫൺ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ കുറോഷിയോ കറണ്ടും ഒയാഷിയോ കറണ്ടിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ഐ വിൽ മേക്ക് ഇറ്റ് സിമ്പിൾ ഫോർ യു. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഇതങ്ങ് പഠിച്ച് മാറ്റുക. സോ ദാറ്റ് വളരെ മിനിമം റിവിഷൻ മതി നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ആ ലോജിക്ക് ഉൾക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു പക്ഷേ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കാതിരിക്കുമ്പം നിങ്ങൾ ഒരു സബ്ജക്റ്റും കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 5 സെഷൻ്റെ ഒരു ടെൻറ്റേറ്റീവായിട്ടുള്ള ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഒരു സബ്ജക്റ്റിലോട്ട് മാത്രമല്ല നമ്മൾ കൺഫൈൻ ചെയ്യുന്നത്. റാദർ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അംബ്രല അപ്രോച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് തന്നെ പഠിക്കുന്നത്. ഈ ഒരു 2 hours അല്ലെങ്കിൽ 2.5 hours നമ്മളൊരു മിനിമം 3 അല്ലെങ്കിൽ 4 സബ്ജക്ട്സ് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആ ഒരു നോളേജ് വിഡ്ത്ത് ആ ഒരു ബാൻഡ് വിഡ്ത്ത് കൂടുക ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഫെമിലിയറൈസ് ചെയ്യുന്നത് വഴിയും അതുമായിട്ട് ഏറ്റവും ആവശ്യം വേണ്ടുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറി അല്ലെങ്കിൽ കണ്ടന്റ് കിട്ടുന്നത് വഴി. ഓക്കെ, ഓൾ ഗുഡ്. സോ ഷാൾ വി സ്റ്റാർട്ട്. നമ്മൾ തുടങ്ങിയത് വിവരാവകാശ നിയമത്തിലാണ് തുടങ്ങിയത്. വിവരാവകാശ നിയമത്തെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ ആ സിവിക്സിൻ്റെ സബ്ജക്റ്റ് ബ്രേക്ക് ഡൗൺ നടത്തിയ സമയത്ത് അതിൻ്റെ അകത്ത് നമ്മളൊരു 13 മൊഡ്യൂൾസ് കണ്ടിരുന്നു അല്ലേ. ആ 13 മൊഡ്യൂൾസിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റാൻഡ് അലോൺ മൊഡ്യൂളാണ്
കാരണം ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ മൊഡ്യൂൾ അല്ല. അതിൻ്റെ അകത്ത് എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. അവിടുന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. എന്നാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്നുള്ളത് എന്താണ്? അതൊരു സ്റ്റാൻഡ് അലോൺ ടോപ്പിക്കാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഗവൺമെൻറ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ സിവിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ റൈറ്റ് ടു ഇൻഫർമേഷനാണ്, വിവരാവകാശ നിയമമാണ്. സോ ബൈ ഓൾ പ്രോബബിലിറ്റി നമുക്ക് ഒരു മാർക്ക് എവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം? റൈറ്റ് ടു ഇൻഫർമേഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ അതാണ് ഈ ടോപ്പിക്കിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ഈ ഒരു സെഷൻ കിട്ടുന്നത് വഴി നിങ്ങൾക്ക് അത് സംബന്ധിച്ചുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എന്തായിരിക്കണം? തന്നെ പറയുന്ന സമയബന്ധിതമായി ക്ലാസ് തീർക്കാൻ പറ്റാത്ത ഷെഡ്യൂൾ ചെയ്ത ക്ലാസ്. ഓക്കെ തന്നി, ലെറ്റ്സ് സീ. ഇത് ഞാൻ എടുത്തേക്കുന്ന എൻ്റെ ഒരു ഐ ആം പുഷിങ് മൈ ലിമിറ്റ്സ് തന്നി. സോ യു വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ, ശരി. ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ എല്ലാവർക്കും അവകാശമൊക്കെ ഉണ്ട്. സോ നമ്മൾ സമയം കളയുന്നില്ല. ക്രിറ്റിസിസംസ് അപ്പാർട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? വിവരാവകാശ നിയമം അല്ലേ? റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഈ വർഷം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. ഒരു പക്ഷേ UPA ഗവൺമെൻറ്റിൻ്റെ ഭരണകാലയളവിലെ ഏറ്റവും സുപ്രധാനമായ 2 ലെജിസ്ലേഷൻസ് ആണ്. ഒന്ന് പിന്നീട് 2008 MGNREG ആക്ട് എന്ന് പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പോൾ വിവരാവകാശ നിയമവും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയും എന്താണ്? ആ UPA കാലഘട്ടത്തിൽ അവരുടെ ഏറ്റവും വലിയ മെറിറ്റായിട്ട് അവരെടുത്ത് കാണിച്ചിട്ടുള്ള 2 ലെജിസ്ലേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സെഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇറ്റ്സ് എ ട്രാൻസ്പെറൻസി ലോ. അതെന്താണ്? ഇറ്റ്സ് എ ട്രാൻസ്പെറൻസി ലോ. ട്രാൻസ്പെറൻസി ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു, ഇത് സംബന്ധിച്ച് പത്രവാർത്തകൾ വരുമ്പം നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നല്ലതായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതിനെ അഭിസംബോധന ചെയ്യാറുള്ളത് ട്രാൻസ്പെറൻസി ലോ എന്നാണ്. എന്താണ്? ട്രാൻസ്പെറൻസി ലോ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പം നമ്മുടെ ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഘടന നോക്കുകയാണെങ്കിൽ ഇതിൽ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 31 സെഷൻസ് ഉണ്ട്, 2 ഷെഡ്യൂളുണ്ട്. അപ്പോൾ ഈ സെഷൻസ് സംബന്ധിച്ചിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരാറുള്ളത്. ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു പോകാം. അപ്പം എല്ലാ സെക്ഷൻസും അതായത് എല്ലാ ആർട്ടിക്കിൾസും, സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ആർട്ടിക്കിൾ പഠിക്കില്ലേ, അത് തന്നെയാണ് ഇവിടെ സെഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാ സെഷൻസും നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. എന്താണ്? എല്ലാ സെഷൻസും ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ചില സെഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അത് കേരള PSC ആവർത്തിച്ച് ചോദിക്കാറുമുണ്ട്. എന്താണ്? കേരള PSC ആവർത്തിച്ച് ചോദിക്കാറുമുണ്ട്. ഓക്കെ, ശരി. അപ്പം ഈ ചാപ്റ്റർ നമ്മൾ എവിടെ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തുടങ്ങാം. നമുക്ക് എവിടെ തുടങ്ങാം? ഈ ചോദ്യം സോൾവ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചേ. വിച്ച് among the following agency comes under the purview of right to information? വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഏജൻസി ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഞാൻ കഴിഞ്ഞ സെഷനിൽ, അതായത് 7:30 സെഷനിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ടു ഇൻഫർമേഷൻ നിലവിൽ വരുന്നത് വരെ ഒരു പക്ഷേ നമ്മുടെ MLA-മാരുടെ കയ്യിലോ അല്ലെങ്കിൽ MP-മാരുടെ കയ്യിലോ അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സിനോ മാത്രം ആക്സസിബിൾ ആയിരുന്ന ഇൻഫർമേഷൻ ഇന്ന് നമ്മൾ ഓരോരുത്തർക്കും ആക്സസിബിൾ ആണ്. ഓക്കെ, അതാണ് അതിൻ്റെ അകത്ത് ആ ഒരു ട്രാൻസ്പെറൻസി എലമെൻറ്റ്. ആ ട്രാൻസ്പെറൻസി വന്നതോടുകൂടി ഈ എക്സിക്യൂട്ടീവ്സും ഈ ലെജിസ്ലേറ്റീവ്സും അതുപോലെ തന്നെ നമ്മുടെ ബ്യൂറോക്രാറ്റ്സും എല്ലാം എന്തായി? അക്കൗണ്ടബിളായി. അപ്പം റൈറ്റ് ടു ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പർപ്പസ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 2 വാക്കുകളാണ് ഇറ്റ് എൻഷ്യൂവേഴ്സ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇറ്റ് എൻഷ്യൂവേഴ്സ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, അപ്പം ഇവിടെ നോക്കേ, ഏതൊക്കെ താഴെ തന്നിട്ടുള്ളവയിൽ ഏത് ഏജൻസിയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരുന്നതെന്നാണ് ചോദ്യം. ഇവിടെ എസെൻഷ്യലി ശ്രദ്ധിച്ച് കേൾക്കണേ, ഇതാണ് നിങ്ങൾക്കുള്ള ടിപ്സ്. എസെൻഷ്യലി നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് വഴി നമുക്ക് 31 സെക്ഷൻസ് പഠിക്കാനുണ്ടല്ലോ. അതിൽ 2 സെഷൻസ് നമ്മൾ പഠിക്കും. അത് രണ്ടും ഒരു ജോഡിയാണ്. അത് രണ്ടും എന്താണ്? ഒരു പെയറാണ്. ആൻഡ് ദീസ് എക്സാമിനേഷൻ ബോഡീസ് ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഫ്രെയിമിങ് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് പെയേഴ്സ്. ജോഡികളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടാൻ എളുപ്പമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് വഴി നമ്മൾ പഠിക്കുന്ന 2 സെഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 സെഷൻ 2 സബ് ക്ലോസ് Hഉം അതുപോലെ തന്നെ സെഷൻ 24, അതുപോലെ തന്നെ സെഷൻ
24. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെഷന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് വഴി ക്ലിയർ ആവും. നിങ്ങൾ നോക്കേ, ഈ ചോദ്യത്തിൻ്റെ ഒരു ധ്വനി എന്താണ്? അപ്പം വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ പെടാത്ത ഏജൻസീസും ഉണ്ട്. എന്താണ്? വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ പെടാത്ത ഏജൻസീസും ഉണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷെഡ്യൂൾസിലോട്ടൊന്ന് നോക്കണം. എന്താണ്? നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഷെഡ്യൂൾസിലോട്ടൊന്ന് നോക്കണം. ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സെക്ഷൻസിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് വിവരാവകാശ നിയമത്തിൽ 2 ഷെഡ്യൂൾസാണുള്ളത്. എന്താണ്? 2 ഷെഡ്യൂൾസാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെസസറിലി അത് 2 സെഷൻസിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ്. ഇതിൽ സെഷൻ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡ്യൂൾ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ ഫോം ഓഫ് ഓത്ത് ആൻഡ് അഫർമേഷൻസ് ടു ബി മെയ്ഡ് ബൈ ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ്. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് മാത്രമല്ല, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആൻഡ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്നുകൂടിയാണ്, അല്ലെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്നുകൂടി എവിടെ ഉണ്ട്? സിലബസിലുണ്ട്. അതായത് നമുക്ക് പഠിക്കുമ്പോൾ എന്തും കൂടെ പഠിക്കണം, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെയും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെയും നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ദ അപ്പെക്സ് ബോഡീസ് അല്ലെങ്കിൽ ഫൈനൽ അപ്പീലേറ്റ് അതോറിറ്റീസ്. എന്താണ്? ഫൈനൽ അപ്പീലേറ്റ് അതോറിറ്റീസ്. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഈ ഷെഡ്യൂൾ 1 ഈസ് ആക്ച്വലി ഡീലിംഗ് വിത്ത് ദ ഓത്ത് ആൻഡ് അഫർമേഷൻ ഓഫ് ദീസ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ആൻഡ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ്. ഇപ്പോൾ സെൻട്രലാണെങ്കിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ കാണും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും കാണും. അതുപോലെ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്തിനൊരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ കാണും, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് കാണും. സോ ഈ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഓഫീസ് ഹോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ, സത്യപ്രതിജ്ഞയിൽ അവർ സത്യവാചകം ചൊല്ലത്തില്ലേ, ആ സത്യവാചകമാണ് എന്ത്? ഷെഡ്യൂൾ 1. അപ്പോൾ സിംപ്ലി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ 1 എന്താണെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ 1 ഡീൽസ് വിത്ത് ഓത്ത് ആൻഡ് അഫർമേഷൻ ടു ബി മെയ്ഡ് ബൈ ദീസ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ്. അത് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ആണെങ്കിലും ശരി, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ആണെങ്കിലും ശരി. അത് ക്ലിയർ ആണല്ലോ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ട ഏതൊക്കെ ഏജൻസീസാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നത് അല്ലെങ്കിൽ വരാത്തത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വരാത്ത ഏജൻസീസിനെ പറ്റി കവർ ചെയ്യുന്ന ഷെഡ്യൂളാണ് സെക്കൻഡ് ഷെഡ്യൂൾ. എന്താണ്? സെക്കൻഡ് ഷെഡ്യൂള് സെക്ഷൻ 24ൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ്. എന്താണ്? ഒന്ന് പറഞ്ഞേ. സെക്ഷൻ 24ൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണെന്ത്? സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ഷെഡ്യൂൾ എന്താണ്? സെക്ഷൻ 24ൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ്. എന്താണ് അപ്പോൾ സെക്ഷൻ 24? സെക്ഷൻ 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരാത്ത ഏജൻസീസ് ആണെന്ത് സെക്ഷൻ 24ൽ പറയുന്നത്. ആ സെക്ഷൻ 24ൽ പറയുന്ന ഏജൻസീസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ ആണെന്ത് ഷെഡ്യൂൾ 2. അപ്പം വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്ന ഏജൻസീസിനെ നമ്മളെന്ത് വിളിക്കും? വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്ന ഏജൻസീസിനെ നമ്മൾ വിളിക്കുന്നത് പബ്ലിക് അതോറിറ്റീസ് എന്നാണ്. എന്താണ്? പബ്ലിക് അതോറിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം സെക്ഷൻ 2H എന്താണ്? സെക്ഷൻ 2H വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്ന, നമ്മൾക്ക് സാധാരണക്കാർക്ക് വിവരാവകാശം തേടാൻ സാധിക്കുന്ന ആ ഏജൻസീസ് വിവരാവകാശം നൽകാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള പബ്ലിക് അതോറിറ്റീസ് ആണെന്ത് സെക്ഷൻ 2H എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 24 ഇത്തരത്തിൽ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരാത്ത ഏജൻസീസിനെ കവർ ചെയ്യുന്ന സെഷനാണ് സെക്ഷൻ 24. അത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണെന്ത് ഷെഡ്യൂൾ 2. അപ്പോൾ ഷെഡ്യൂൾ 2ൽ ഉൾപ്പെട്ടിട്ടുള്ള വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരാത്ത ഏജൻസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഷെഡ്യൂൾ 1 കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഷെഡ്യൂൾ 1 എന്താണ്? ഓത്ത് ആൻഡ് അഫർമേഷൻ ആണ്. അതായത് ഈ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് സത്യവാചകം ആയിട്ട് ചൊല്ലുന്നതാണ് ഈ ഷെഡ്യൂൾ 1ൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് ഷെഡ്യൂൾ 2? ഷെഡ്യൂൾ 2 ഡീൽസ് വിത്ത് ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻസ്. എന്താണ്? ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻസ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്കറിയാം
ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ട്. ഏതൊക്കെയാണ്? BSF ഉണ്ട്, ITBP ഉണ്ട്, അതുപോലെ തന്നെ സശസ്ത്ര സീമാബലുണ്ട്, ആസാം റൈഫിൾസ് ഉണ്ട്, എന്താ പറയണ്ടേ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ ഗാർഡ് സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ട്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസീസ് ആയിട്ടുള്ള RO വരുന്നുണ്ട്, CBI വരുന്നുണ്ട്. ഇതെല്ലാം ഏതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഷെഡ്യൂൾ 2-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? അതിൻ്റെ ഇംപ്ലിക്കേഷൻ ഈസ് ദാറ്റ് ഈ ഏജൻസീസുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് വിവരാവകാശം തേടാൻ സാധ്യമല്ല. എന്താണ്? വിവരാവകാശം തേടാൻ സാധിക്കില്ല. ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ദ ഇൻ്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, സെൻട്രൽ എക്കണോമിക് ഇൻ്റലിജൻസ്, പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്ന വിവിധ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസ്, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, CBI, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, NIA, ഇതൊന്നും സുരക്ഷാ കാരണങ്ങളാൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാജ്യത്തിൻ്റെ ഈ പറയുന്ന എന്താണ് സെക്യൂരിറ്റി റീസൺസ് കാരണം ഇവരുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിവരവും എന്ത് ചെയ്യാൻ സാധിക്കില്ല? റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി സാധാരണക്കാർക്ക് ആക്സസിബിൾ അല്ല. ക്ലിയർ ആണോ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ? ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏതാണ് വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, അത് സെക്യൂരിറ്റി അല്ലെ, ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി സ്വഭാവത്തിലുള്ളൊരു സ്ഥാപനമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എന്തിൻ്റെ പരിധിയിൽ വരില്ല? വിവരാവകാശത്തിൻ്റെ പരിധിയിൽ സെക്ഷൻ 2H പ്രകാരം പബ്ലിക് അതോറിറ്റി എന്നുള്ള ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു പർവ്യൂവിൽ അത് വരത്തില്ല. ഈവൻ തോ അതൊരു പബ്ലിക് അതോറിറ്റി ആണെങ്കിൽ പോലും സെക്യൂരിറ്റി ആൻഡ് ഇൻ്റലിജൻസ് അതോറിറ്റി ഏജൻസി ആയതുകൊണ്ട് തന്നെ അത് വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരില്ല. അപ്പോൾ നമുക്ക് ഏത് എലിമിനേറ്റ് ചെയ്യാം? A എലിമിനേറ്റ് ചെയ്യാം. ഇനി ആസാം റൈഫിൾസ്, നമുക്കറിയാം ആസാം റൈഫിൾസ് എന്താണ്? ഇറ്റ്സ് എ ബോർഡർ ഗാർഡിംഗ് ഫോഴ്സ് അല്ലേ? അതിർത്തി സംരക്ഷിക്കുന്ന എന്താണ് ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണെന്ത്? ആസാം റൈഫിൾസ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ആസാം റൈഫിൾസും എന്തിൻ്റെ പരിധിയിൽ വരില്ല? നമ്മുടെ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരില്ല. ഇനി ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഒരു ഇൻ്റലിജൻസ് ഏജൻസിയാണ് അല്ലേ? സെക്യൂരിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ഏജൻസി എന്നുള്ള ബ്രാക്കറ്റിൽ വരുന്ന ഏജൻസിയാണ്. സോ അതുകൊണ്ട് തന്നെ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റും എന്തിൻ്റെ പരിധിയിൽ വരില്ല? ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റും വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരില്ല. അപ്പോൾ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നത് ഏതാ? പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എന്തിൻ്റെ പരിധിയിൽ വരുന്നത്? വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നത്. ഓക്കെ, സോ ഇത് ചോദിക്കാൻ ആ വർഷം ഇതിപ്പം ഏതാണ്? 101/22 എന്നുള്ള കാറ്റഗറി കോഡിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരും. ഇറ്റ്സ് എ പബ്ലിക് ഓഫീസ് ആൻഡ് പബ്ലിക് അതോറിറ്റി എന്നുള്ള നിർവചനത്തിൽ വരുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ആ കാലയളവിൽ ഒരു വിവാദം ഉണ്ടായിരുന്നു. ആ വിവാദം വാസ് ആക്ച്വലി റിലേറ്റഡ് ടു PM കെയർ ഫണ്ട്. ഇപ്പോൾ നമ്മുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ആ സാഹചര്യത്തിൽ ആരംഭിച്ച ഒരു ഫണ്ടാണ് PM കെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈവൻ ദോ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസുമായിട്ട് ബന്ധമുള്ളൊരു ഫണ്ടാണെങ്കിൽ പോലും ഈ PM കെയർസ് ഫണ്ട് എന്തിൻ്റെ പരിധിയിൽ വന്നില്ല? റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പരിധിയിൽ വന്നില്ല. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ അത് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരില്ല, അതൊരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെന്നുള്ള മറുപടിയാണ് എന്ത് കിട്ടിയത്? പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി. എന്താണ്? അവർ ആദ്യമേ പറഞ്ഞത് അതൊരു പ്രൈവറ്റ് ഫണ്ടെന്നാണ്. ഓക്കെ, പിന്നീട് അവരത് തിരുത്തി പറഞ്ഞു അതൊരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. എന്താണ്? പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിന് ബഡ്ജറ്റിൽ നിന്നൊന്നുമുള്ള അലൊക്കേഷൻ ഇല്ല. എന്താണ്? ബഡ്ജറ്റ് അലൊക്കേഷൻ ഒന്നും സ്വീകരിക്കാത്ത ഒരു ട്രസ്റ്റാണത്. ഓക്കെ, ഏത് ട്രസ്റ്റ് ആണെങ്കിലും അവിടെ പണം വേണ്ടേ? അപ്പോൾ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടി തുടങ്ങിയ ഫണ്ടാണ്, പക്ഷേ അതുമായിട്ട് സംബന്ധിച്ച് അതിൻ്റെ ഡീറ്റെയിൽസോ വിവരങ്ങളോ ഒന്നും തന്നെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല. ഇതായിരുന്നു പ്രശ്നം. അപ്പം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് ഉപയോഗിച്ചത്. പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ എംബ്ലം, നമ്മുടെ ദേശീയ ചിഹ്നം ഈ PM കെയർസ് ഫണ്ടിൽ ഉപയോഗിച്ചു. ദ യൂസ് ഓഫ് നാഷണൽ എംബ്ലം. ഓക്കെ, അത് പബ്ലിക് എൻറ്റിറ്റീസിന് വേണ്ടി മാത്രം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളൊരു എംബ്ലം ആണ് എന്ത്? നമ്മുടെ നാഷണൽ എംബ്ലം എന്ന് പറയുന്നത്. ഈ നാഷണൽ എംബ്ലം എവിടെ ഉപയോഗിക്കപ്പെട്ടു? ഈ PM കെയർസ് ഫണ്ടിൽ ഉപയോഗിക്കപ്പെട്ടു. ഓക്കെ, സോ ഇതൊക്കെ വന്നപ്പം പ്രതിപക്ഷം ഈ ഫണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞു. എന്തുകൊണ്ട്? ഇതിൻ്റെ അത് സുതാര്യതയില്ല, ഞങ്ങൾ ആരെ അക്കൗണ്ടബിൾ ആക്കണം എന്നൊക്കെയുള്ള ചോദ്യം വന്നപ്പം ഗവൺമെൻറ്റിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ഇൻറ്റേർണൽ ഡേറ്റ ഷാൾ നോട്ട് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ. അത് പബ്ലിക്കിന് തരാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. കാരണം അതറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു പബ്ലിക് അതോറിറ്റി എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതാണല്ലോ സെക്ഷൻ 2H പറയുന്നത്. സെക്ഷൻ 2H പറയുന്ന പബ്ലിക് അതോറിറ്റിയുടെ നിർവചനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ എന്താണ് ഒരു പബ്ലിക് അതോറിറ്റി? ദ പബ്ലിക് അതോറിറ്റി മീൻസ് എനി അതോറിറ്റി അല്ലെങ്കിൽ ബോഡി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽഫ് ഗവൺമെൻറ് ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ, താഴെ പറയുന്ന രീതിയിൽ രൂപീകരിച്ചിട്ടുള്ള ഏതൊരു സംവിധാനത്തെയും നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പരിധിയിലുള്ള ഒരു പബ്ലിക് അതോറിറ്റി ആയിട്ട് കണക്കാക്കാം. ഏതൊക്കെയാണ്? ഒന്ന്, ഭരണഘടനാപരമായിട്ട് നിലവിൽ വന്നതോ അല്ലെങ്കിൽ പാർലമെൻറ്റോ സംസ്ഥാന നിയമസഭയോ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതോ, അതല്ല ഒരു ഗവൺമെൻറ്റിൻ്റെ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതോ ആയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ എന്താണ്? പബ്ലിക് അതോറിറ്റിയാണ്. ഭരണഘടനാപരമായിട്ട് സ്ഥാപിതമായതോ അല്ലെങ്കിൽ പാർലമെൻറ്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകൾ വഴി അതിൻ്റെ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വരുന്നതോ എല്ലാം എന്താണ്? പബ്ലിക് അതോറിറ്റിയാണ്. തീർന്നില്ല. എനി ബോഡി ഓൺഡ്, കൺട്രോൾഡ് ഓർ സബ്സ്റ്റാൻഷ്യലി ഫിനാൻസ്ഡ് ബൈ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. ഓക്കെ, ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ട് സ്വീകരിക്കുന്ന ആ ഫണ്ടിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ സബ്സ്റ്റാൻഷ്യൽ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് അവിടെ പ്രശ്നമായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ PMKS എന്ന് പറയുന്നത് ബഡ്ജറ്റിൽ നിന്ന് ഫണ്ടൊന്നും സ്വീകരിക്കുന്നില്ല. എന്നാൽ പോലും പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഈ ONGC ഇതുപോലത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് PMKS ഫണ്ടിൻ്റെ പണം നൽകുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ഓൾ പബ്ലിക് എൻറ്റിറ്റീസ്, പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി 60% ഫണ്ടാണ് PMKS എവിടുന്ന് സ്വീകരിക്കുന്നത്? PMKS ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത്. അപ്പം ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം ചോദ്യം ചെയ്തു. പ്രതിപക്ഷം എന്താ ചോദിച്ചത്? പ്രതിപക്ഷത്തിൻ്റെ അഭിഷേക് സിംഗ്വി ചോദിച്ചതാണ് 60% കോൺട്രിബ്യൂഷൻ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന PMKS അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ എംപ്ലോയി എടുത്ത് ഉപയോഗിക്കുന്ന PMKS എന്തടിസ്ഥാനത്തിലാണ് സെഷൻ 2H പ്രകാരമുള്ള ഒരു പബ്ലിക് അതോറിറ്റി ആകാത്തത്? മനസ്സിലാവുന്നുണ്ടോ? ONGC, NTPC, IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അതുപോലെ തന്നെ ONGC, NTPC ഇതൊക്കെയാണ് എന്തിനെ ഫണ്ട് ചെയ്യുന്നത്? PMKSനെ ഫണ്ട് ചെയ്യുന്നത്. സോ ഇതൊരു വിവാദമായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് PMO ആ ക്വസ്റ്റ്യനിൽ വന്നത്. നമുക്കറിയാം PMO എന്താണ്? PMO എന്ന് പറയുന്നത് പബ്ലിക് അതോറിറ്റിയാണ്. പക്ഷേ PMO ക്രിയേറ്റ് ചെയ്തൊരു ഫണ്ടായിട്ടുള്ള PMKS ഇന്നും എന്തല്ല? റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരുന്നില്ല. ഓക്കെ, പക്ഷേ അലിഗേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുക. അപ്പോൾ പബ്ലിക് അതോറിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? സെഷൻ 2Hലാണ്. ഒന്ന് പറഞ്ഞ് ഷോർട്ടായിട്ട് നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. എന്താണ് ഒരു പബ്ലിക് അതോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. അത് ഗവൺമെൻറ്റിലും ആവാം, നോൺ ഗവൺമെൻറ്റിലും ആകാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ NGOs ഇല്ലേ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഇല്ലേ? അപ്പോൾ സബ്സ്റ്റാൻഷ്യലി ഫിനാൻസ്ഡ് ഓർ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന NGOസും എന്തിൻ്റെ പരിധിയിൽ വരും? റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരും. അപ്പോൾ ഗവൺമെൻറ്റലാണോ നോൺ ഗവൺമെൻറ്റലാണോ എന്നുള്ളതല്ല, സബ്സ്റ്റാൻഷ്യലി ഫണ്ടഡ് ആയിട്ടുള്ളതോ അതുപോലെ തന്നെ ഒരു നിയമം വഴിയോ ഭരണഘടനാപരമായിട്ട് സ്ഥാപിതമായ ഏതൊരു ഏജൻസിയും എന്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ബൈലോ പ്രകാരം സെഷൻ 2Hൽ കിടക്കുന്നത്? പബ്ലിക് അതോറിറ്റിയുടെ പരിധിയിൽ വരുമെന്നുള്ളതാണ്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ആ പോയിന്റ് നിങ്ങൾക്ക് വെൽ ടേക്കൺ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇൻ വിച്ച് ഇയർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്താണ് ആൻസർ? കമൻറ്റ് ചെയ്യൂ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതെന്നാണ് ചോദ്യം. കമൻറ്റ് ചെയ്തേ. RT എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട വർഷം ഏതാണ്? 2005 RT എന്ന് പറയുമ്പോൾ, അതായത് 2004 അധികാരമേറ്റ UPA ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ലെജിസ്ലേഷൻസ് ആണ് RT ആക്റ്റും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, 2005 വർഷം ഓർക്കേണ്ടത്, തെറ്റിപ്പോകരുത്. അപ്പോൾ ഇത് ജൂൺ 15 2004 പാർലമെൻറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായത്. പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞേ. നിങ്ങൾ പോളിറ്റിയൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ? പാർലമെൻറ്റിൽ എന്തൊക്കെയുള്ളത്? പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് വാട്ട് ഓൾ? ലോക്സഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ, രാജ്യസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, പിന്നെന്തുകൊണ്ട്? പ്രസിഡൻറ്റും പാർലമെൻറ്റിൻ്റെ ഭാഗമാണ്. പ്രസിഡൻറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ പാർലമെൻറ്റ്. പ്രസിഡൻറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ പാർലമെൻറ്റ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പാർലമെൻറ്റ് എന്ന് പറയുമ്പം നിയമനിർമ്മാണ സഭയാണ്. അവിടെ ലോക്സഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി എന്ന് കരുതി ഒരു നിയമം നിലവിൽ വരില്ല. കാരണം എന്താണ്? അതിനെന്നും കിട്ടണം നമ്മുടെ രാഷ്ട്രപതിയുടെ ഫൈനൽ അസെൻ്റ് കൂടെ കിട്ടണം അല്ലേ? അപ്പോൾ രാഷ്ട്രപതി ഈ നിയമത്തിൽ ഒപ്പുവെച്ച ഡേറ്റാണ് ജൂൺ 15, 2004. ജൂൺ 15, 2004. നിങ്ങൾ ഈ ഡേറ്റ് ഓർത്ത് വെച്ചാൽ മതി. അതേ വർഷം ഒക്ടോബറിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നുണ്ട്.
അതേ വർഷം ഒക്ടോബറിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? 2005 ആൻസർ. 2004 സോറി, 2005 എഴുതിയപ്പോൾ തെറ്റിപ്പോയത്. 2005 ജൂൺ 15, 2005. അതുപോലെ തന്നെ ആ വർഷം ഒക്ടോബറിൽ തന്നെ എന്ത് നിലവിൽ വരുന്നുണ്ട്? ഈ നിയമം നിലവിൽ വരുന്നുണ്ട്. തന്നു ഇട്ട മെസ്സേജ് എന്നെ ഒന്ന് അൺസെറ്റിൽ ചെയ്തു. തന്നു എൻ്റെ അടുത്ത് വന്ന് ക്ലാസ്സിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നലെ ടെലിഗ്രാമിൽ ചോദിച്ചിട്ട് പോയതാണ്. ആൻഡ് സോ ഇറ്റ് വാസ് സോ അൺഎക്സ്പെക്റ്റഡ് ദാറ്റ് യു പുട്ട് സച്ച് എ കമൻറ്റ്. എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്തിട്ട് പോയെന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളെൻ്റെ ഇൻറ്റൻഷനെ ഡൗട്ട് ചെയ്യരുത്. ഓക്കെ, സോ ഇതിൻ്റെ അകത്തൊരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് അല്ല. പരമാവധി ആൾക്കാർ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക, അതിനോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ള വളരെ ഗുഡ് ഇൻറ്റൻഷനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊരു സങ്കടമായിപ്പോയി ആ മെസ്സേജ് കണ്ടതിൽ. ഓക്കെ, എനിവേ ഫൈൻ. ഇനി റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കുക. റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പർപ്പസ് ഇതിൻ്റെ ബൈലോയിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ബൈലോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്തിനാണെന്നുള്ളത്. നിങ്ങൾ ആ 1 by 1 ആയിട്ട് നോക്കേ. ഒന്നാമത്തത്, എംപവർ സിറ്റിസൺസ് ടു ആക്സസ് ഇൻഫർമേഷൻ. എന്താണ് എംപവർ സിറ്റിസൺസ് ടു ആക്സസ് ഇൻഫർമേഷൻ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, റൈറ്റ് ടു ഇൻഫർമേഷൻ, ഞാൻ പറയുന്ന വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പോയിൻറ്റ്സ് നിങ്ങൾ ലെക്ചർ നോട്ടായിട്ടും കൂടെ എഴുതി പോയിക്കും. ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. വിവരാവകാശം എന്നുള്ളത് ഇന്ത്യയിലെ പൗരന്മാരുടെ മൗലിക അവകാശമാണ്. എന്താണ്? മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. അപ്പോൾ മൗലിക അവകാശമാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ്, അല്ലേ? ആർട്ടിക്കിൾ 14 തൊട്ട് 35 വരെ അനുയോജ്യമായൊരു സ്ലോട്ടിൽ ഇതിനെന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, റൈറ്റ് ടു ഇൻഫർമേഷൻ ഒരു മൗലികാവകാശമാണ് എങ്കിൽ അതിനെ പിച്ച് ചെയ്യാൻ, അതിനെ പ്ലേസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ലോട്ട് ഏതാണ്? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഏറ്റവും അനുയോജ്യമായ സ്ലോട്ട് ഏതാണ്? മെസ്സേജ് ഇട്ടാൽ മതി. ഗോഡ്സ് പ്ലാൻ മെസ്സേജ് ഇട്ടാൽ മതി. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, ശ്രദ്ധിച്ചേ. എൻ്റെ ചോദ്യം എന്തായിരുന്നു? ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള ഈ ഒരു അവകാശം മൗലിക അവകാശമാണെന്ന് ഞാൻ പറഞ്ഞു, എക്സ്പ്ലിസിറ്റ് ആയിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു. അങ്ങനെ ആണ് എങ്കിൽ ഈ വിവരാവകാശം എന്ന മൗലികാവകാശം പ്ലേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ പഠിച്ചു വെച്ചോ. ആർട്ടിക്കിൾ 19(1) ആണ്. 19(1) ഏതാണ്? റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അല്ലേ? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളില്ലേ ആർട്ടിക്കിൾ 19 ഭാഗമായിട്ട്? അതിൽ ആദ്യത്തേതാണെന്ത്? റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമ്മൾ വരും ദിവസങ്ങളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ടോപ്പിക്കിൽ ഇട്ടിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്. നമുക്ക് അവിടെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നിലവിൽ നിങ്ങൾ മനസ്സിലാക്കുക, വിവരാവകാശ നിയമത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിലാണ്. ഓക്കെ, ഇത് ചില സുപ്രീം കോർട്ട് വേർഡിക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിവക്ഷ. വിവരാവകാശ നിയമം ആർട്ടിക്കിൾ 19(1) ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു മൗലിക അവകാശമാണെന്നുള്ള ഈ വിവക്ഷ സുപ്രീം കോടതി വേർഡിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് കാരണം കൊണ്ടായിരിക്കും സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തിയത്? ഒന്ന് ചിന്തിക്കാവോ? നിങ്ങളൊന്ന് ആലോചിച്ചേ. എന്തുകൊണ്ടായിരിക്കും സുപ്രീം കോടതി ഇങ്ങനൊരു ഒബ്സർവേഷൻ നടത്തിയത്? ശരിയായ അർത്ഥത്തിലുള്ള, ശ്രദ്ധിച്ചു നോക്കൂ, ശരിയായ അർത്ഥത്തിലുള്ള റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വേണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഇൻഫോംഡ്. യു ഷുഡ് ബി ഇൻഫോംഡ്. നിങ്ങൾക്ക് എന്ത് വേണം? റൈറ്റ് ഇൻഫർമേഷൻ വേണം. റൈറ്റ് ഇൻഫർമേഷൻ ഇല്ലാതെ ശരിയായ അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല? നിങ്ങളുടെ സ്പീച്ചും അതുപോലെ തന്നെ തോട്ട്സും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലേ? സോ അതുകൊണ്ട് ശരിയായ ഇൻഫർമേഷൻ നിങ്ങളിൽ വന്നു ചേരുന്ന മുറയ്ക്ക് മാത്രമേ ആർട്ടിക്കിൾ 19(1) ഭരണഘടന ആർട്ടിക്കിൾ 19(1) വഴി നമുക്ക് തന്നിട്ടുള്ള ഈ മൗലിക അവകാശം അല്ലെങ്കിൽ ഈ മൗലിക സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് എക്സസൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അൺലെസ് യു ഹാവ് ദ റൈറ്റ് ഇൻഫർമേഷൻ, അൺലെസ് യു ഹാവ് ദ റൈറ്റ് ഡേറ്റ,
യു കനോട്ട് ആക്ച്വലി എക്സ്പ്രസ് കംപ്ലീറ്റ്ലി. ഇതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതുകൊണ്ട് ഇനി അതിൻ്റെ അകത്തൊരു സംശയം വേണ്ട. ആർട്ടിക്കിൾ 19(1)(a)ക്കുള്ളിലാണ് എന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്? റൈറ്റ് ടു ഇൻഫർമേഷൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ നിലയ്ക്ക് മൗലിക സ്വാതന്ത്ര്യങ്ങൾ നൽകിക്കൊണ്ട് പൗരന്മാരെ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ എംപവർ ചെയ്യുക, ശാക്തീകരിക്കുക എന്നുള്ളത് എന്ത് നിറവേറ്റുന്നുണ്ട്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിറവേറ്റുന്നുണ്ട്. സോ അതാണ് അതിൻ്റെ ആദ്യത്തെ പർപ്പസ്, എംപവർ സിറ്റിസൺസ് ടു ആക്സസ് ഇൻഫർമേഷൻ. ഞാൻ പിന്നെ പറഞ്ഞു, നാളിതുവരെ നമ്മുടെ MP-മാരുടെയിലോ MLA-മാർക്കോ ഒക്കെ മാത്രം ആക്സസിബിൾ ആയ ഇൻഫർമേഷനാണ് ഇന്ന് നാം ഓരോരുത്തരും വിവരാവകാശം വഴി തേടിക്കൊണ്ടിരിക്കുന്നത്. ആ പോയിന്റ് കൂടെ ഓർത്തോണം. ഇനി ഇതുവഴി എന്താ സംഭവിക്കുന്നത്? ഇതുവഴി ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സുതാര്യതയും ഈ പറയുന്ന കെടുകാര്യസ്ഥത ഏറ്റവും കൂടുതൽ ആരോപിക്കപ്പെടുന്നത് നമുക്കറിയാം സർക്കാർ സേവന മേഖലയിലാണ്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത, റെഡ് ടേപ്പിസം, ഫേവറേറ്റിസം, ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ടൂൾ കിറ്റായിട്ട് നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ സാധിക്കും? റൈറ്റ് ടു ഇൻഫർമേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അതുവഴി ഈ ഉദ്യോഗസ്ഥരെന്താണ്? ഉത്തരവാദിത്തപ്പെട്ടവരാകുന്നു, അക്കൗണ്ടബിൾ ആകുന്നു. അതാണ് അപ്പോൾ രണ്ടാമത്തെ പർപ്പസ്. ഇനി മൂന്നാമത്തെ പർപ്പസ് എന്താണ്? മൂന്നാമത്തത് ഒരു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും ഇതിൻ്റെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ശരിയായ നടത്തിപ്പിന് വേണ്ടി, അതിൻ്റെ ശരിയായിട്ട് അതിൻ്റെ എൻഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇങ്ങനെ 3 പർപ്പസാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ബൈലോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് പറഞ്ഞ്, എംപവർ സിറ്റിസൺസ്. It has now become a fundamental right under Article 19(1) subclause A. അടുത്ത എന്താണ്? ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അടുത്ത എന്താണ്? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും. അതെന്താണ്? അതിൻ്റെ പർപ്പസ് എന്താണ്? അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്? അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ്, അല്ലെങ്കിൽ അവരുടെ ടേംസ് ഓഫ് സർവീസും കണ്ടീഷനും എന്തൊക്കെയാണ്? എങ്ങനെയാണ് അവരുടെ റിമൂവൽ? അതും നിങ്ങളുടെ സിലബസിൻ്റെ ഭാഗമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോവാം. നമുക്കിന്ന് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട്, നിങ്ങളുടെ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു ദിവസം അനുവദിക്കുന്ന ഒരു സമയത്തിൻ്റെ, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അനുവദിക്കേണ്ട സമയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ക്ലാസ്സിനെ കരുതുക. ദിസ് ഷാൾ ബി എ ലേണിംഗ് എക്സ്പീരിയൻസ്. ആ ഒരു എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇവിടെ ആരോപിക്കപ്പെട്ട പോലെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. സോ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിരിക്കുക. നിങ്ങളുടെ മോട്ടിവേഷൻ എനിക്ക് ഇപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ചാറ്റ് ഗ്രൂപ്പിലാണ്. നിങ്ങൾ മാക്സിമം ആക്റ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പ്രിലിംസും അതിന് ശേഷമുള്ള മെയിൻസും ജനറൽ സ്റ്റഡീസ് ഞാൻ അഷ്യൂർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കോട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ലെറ്റ് സിറ്റിസൺസ് ആക്സസ് വാട്ട് ദേ ഡിസർവ് ടു നോ. അവർക്കറിയാൻ അവകാശപ്പെട്ടതെല്ലാം അവരറിയട്ടെ. അവർക്ക് ഓക്കെ തൻവി, ലീവ് ഇറ്റ്. പക്ഷേ ഇതല്ലായിരുന്നു തൻവിക്ക് ഇങ്ങനൊരു കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ആക്ച്വലി എക്സ്പ്രസ്ഡ്. കാരണം തൻവി മെനഞ്ഞാന്നൊക്കെ വന്ന് എൻ്റെ അടുത്ത് പേഴ്സണലി ചാറ്റ് ചെയ്ത ഒരാളാണ്. അതെൻ്റെ അടുത്ത് പേഴ്സണലി പറയായിരുന്നു. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ നാളിതുവരെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികളുണ്ട്. പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ട് മെയിൻസിലോട്ട് പോകാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികളുണ്ട്, അല്ലേ? സോ അവർക്കൊരു എലമെൻറ്റ് ഓഫ് ഡൗട്ട് ഇടുന്ന രീതിയിൽ ഒരു മെസ്സേജ് ഇടാൻ പാടില്ലായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഹമ്പിൾ അഭിപ്രായമാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കൺസേൺസ് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അത് നിലനിൽക്കെ തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയെന്നുള്ളൂ. ലീവ് ഇറ്റ്. ഓക്കെ, ലെറ്റ് സിറ്റിസൺസ് ആക്സസ് വാട്ട് ദേ ഡിസർവ് ടു നോ. പൗരന്മാർക്ക് അവകാശപ്പെട്ടത് അവരറിയട്ടെ എന്നുള്ളതാണ് നമ്മുടെ സ്ലോഗൻ. ഓക്കെ, സോ അങ്ങനെ ആണ് എങ്കിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തേ. 117/22 ഇതൊരു മെയിൻസ് ക്വസ്റ്റ്യനാണ്. 117/22 മെയിൻസ് ക്വസ്റ്റ്യനാണ്. സോൾവ് ചെയ്തേ, എല്ലാവരും സോൾവ് ചെയ്തേ. അതാ പറയുന്നത്, നമ്മൾ ചില ടോപ്പിക്സ് പ്രിലിംസിന് ഉണ്ടായിരിക്കും, പക്ഷേ അത് നമ്മളിപ്പോൾ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് അതിൻ്റെ നിറ്റിഗ്രിറ്റീസ് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രിപ്പറേഷൻ ഇവിടെ തന്നെ ഏകദേശം പൂർത്തിയാക്കാം. പിന്നത്തേക്ക് നമ്മളത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. സോ അതാണ് ഈ കോഴ്സ് കൊണ്ട് ഞാൻ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്. ജോഗ്രഫി ആണെങ്കിലും സയൻസ് ആൻഡ് ടെക് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. ഹാവ് ദാറ്റ് പേഷ്യൻസ്, ഹാവ് ദാറ്റ് ലീപ്പ് ഓഫ് ഫെയ്ത്ത് ഓൺ മീ. ഓക്കെ, നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തില്ല. ചോദ്യം വായിച്ചേ. ദ ബേസിക് ഒബ്ജക്റ്റ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈസ് എന്നതാണ് ചോദ്യം. ആൻസർ ഏതാടെ? ടു എംപവർ സിറ്റിസൺസ്. തീർച്ചയായിട്ടും പൗരന്മാരെ ശാക്തീകരിക്കുക എന്നുള്ള ഉദ്ദേശം എന്തിനുണ്ട്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനുണ്ട്. എന്തിനുണ്ട്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനുണ്ട്. ഇനി അടുത്ത, ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദ വർക്കിംഗ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ നടത്തിപ്പിൽ, ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസിൻ്റെ നടത്തിപ്പിൽ, പബ്ലിക് അതോറിറ്റീസിൻ്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശവും എന്തിനുണ്ട്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനുണ്ട്.
അതുവഴി അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എവിടാണ്? ടു മേക്ക് അവർ ഡെമോക്രസി വർക്ക് ഫോർ ദ പീപ്പിൾ ഇൻ ദ, ശരിയായ അർത്ഥത്തിൽ ഡെമോക്രസി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ഉറപ്പാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഏത് വരും? ഇതെല്ലാം അതിൻ്റെ ആൻസറാണ്. ഓൾ ദ എബോവ്. എന്താണ്? ഇതെല്ലാം അതിൻ്റെ ഉത്തരവാണ്. സോ ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റിയില്ലേ? നമ്മളിപ്പോൾ എത്ര 3 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തേ. അപ്പോൾ അടുത്ത ഏരിയ അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് വിവരാവകാശം അല്ലേ? വിവരാവകാശം എന്ന് പറഞ്ഞാൽ വി ആർ ആക്ച്വലി സീക്കിംഗ് വാട്ട്? ഇൻഫർമേഷൻ. നമ്മളെന്താണ് ഈ പബ്ലിക് അതോറിറ്റീസിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള വിവരങ്ങളാണ് തേടുന്നത്, ഇൻഫർമേഷനാണ് തേടുന്നത്. അപ്പോൾ എന്താണ് ഇൻഫർമേഷൻ? വാട്ട് ഈസ് ഇൻഫർമേഷൻ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ ഇൻഫർമേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ ഇൻഫർമേഷനെ പറ്റി പഠിക്കുന്ന വകുപ്പാണെന്ത്? സെഷൻ 2ൻ്റെ F. നമ്മൾ ഇതുവരെ ഏതൊക്കെ വകുപ്പുകൾ പഠിച്ചണേ? 2ൻ്റെ H കണ്ടു, ഇറ്റ് ഡീൽസ് വിത്ത് വാട്ട്? പബ്ലിക് അതോറിറ്റി. സെഷൻ 24 കണ്ടു, എന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ നോട്ട് ടു അപ്ലൈ. ഏതൊക്കെ ഏജൻസീസിലാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ അല്ലാത്തത്? ഏതൊക്കെയാണ്? സെക്യൂരിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ഏജൻസീസ് എന്ന് ഓർത്താൽ മതി. ഇതാ നമ്മൾ 3ാമത്തെ വകുപ്പ് പഠിക്കുകയാണ്, സെഷൻ 2ൻ്റെ F. സെഷൻ 2ൻ്റെ F. 2ൻ്റെ F, ഇൻഫർമേഷനിൽ ഒരു F ഉണ്ടല്ലോ. അപ്പോൾ 2ൻ്റെ F എന്താണ്? ഇൻഫർമേഷനാണ്. എന്താണ് ഇൻഫർമേഷൻ? വിവരാവകാശ നിയമത്തിലെ ഇൻഫർമേഷൻ്റെ പരിധിയിൽ എന്തൊക്കെ വരും? ഇതെല്ലാം ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരും. ഇതെല്ലാം ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരും. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് ഫോമിലുള്ളതും പോലും എന്തിൻ്റെ പരിധിയിൽ വരും? ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരും. റെക്കോർഡ്സ് ആകാം, ഡോക്യുമെൻറ്റ്സ് ആവാം, മെമ്മോസ് ആവാം, ഇമെയിൽസ് ആവാം, ഒപ്പീനിയൻസും അഡ്വൈസസും ആവാം, പ്രസ് റിലീസ് ആവാം, സർക്കുലേഴ്സ് ആവാം, ഓർഡേഴ്സ് ആവാം, ലോഗ് ബുക്സ് ആവാം, കോൺട്രാക്റ്റുകളാവാം, റിപ്പോർട്ട്സ് ആവാം, പേപ്പർ ആവാം. ഇതെല്ലാം ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരും. പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതാണ്, 2F ഇൻഫർമേഷൻ ആണെന്നുള്ള ആ ഒരു ഫാക്റ്റ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. 2F എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് വാട്ട് ഈസ് ഇൻഫർമേഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ ഇൻഫർമേഷൻ എന്താണെന്ന് പറയുന്ന വകുപ്പാണെന്ത്? 2F. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, എനി സോർട്ട് ഓഫ് ഇൻഫർമേഷൻ. അത് ക്ലിയർ ആണ്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, ഒരു ക്രാഷ് കോഴ്സിൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് വരുന്ന ഒരു സ്റ്റാർഡ് ഏരിയ ഉണ്ട്. ഒന്ന് വായിച്ചേ. ഇൻഫർമേഷൻ ഓൾസോ ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് പ്രൈവറ്റ് ബോഡീസ്. എന്താണ്? സ്വകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനും വേണമെങ്കിൽ എന്തിൻ്റെ പരിധിയിൽ വരാം? റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരാം. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ എന്തും വരാം? സ്വകാര്യ വ്യക്തികളുടെ, സ്വകാര്യ സ്ഥാപനങ്ങളുടെ, വ്യക്തികളല്ല സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഇൻഫർമേഷൻസും എന്തിൽ വരാം? റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരാം. ഓക്കെ, അതായത് ഒരു പബ്ലിക് അതോറിറ്റിക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഇൻഫർമേഷൻ ഒരു പബ്ലിക് അതോറിറ്റി ആക്സസ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് എങ്കിൽ അതേപോലെ തന്നെ ജനങ്ങൾക്കും അത് ആക്സസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സോ ഇൻഫർമേഷൻ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ഗവൺമെൻറ് ഫയൽസ്. സർക്കാർ രേഖകൾ മാത്രമല്ല ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരുന്നത്. ഇറ്റ് കവേഴ്സ് ഓൾ ആക്സസിബിൾ മെറ്റീരിയൽ ഇൻക്ലൂഡിംഗ് ഡിജിറ്റൽ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഡേറ്റ ഇഫ് ഗവേൺഡ് ബൈ ലോ. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ PWD അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെയൊക്കെ വർക്ക്, മരാമത്ത് പണികൾ അല്ലേ, റോഡ് മറ്റു കാര്യങ്ങളെല്ലാം പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സിനാണ് കൊടുക്കുന്നത്. ഈ പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സിൻ്റെ ഈ വർക്ക്സ് എല്ലാം ഗവേൺഡ് ബൈ അവർ സ്റ്റേറ്റ് ലോ. അപ്പോൾ സ്റ്റേറ്റ് ലോ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ റോഡ് പണി നടത്തുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രൈവറ്റ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം, അതൊരു പ്രൈവറ്റ് ബോഡി ആണെങ്കിൽ കൂടിയും ആ പ്രൈവറ്റ് ബോഡിയായിട്ട് ബന്ധപ്പെട്ട റെലവൻറ്റ് ഇൻഫർമേഷൻ, ആ കോൺട്രാക്ടറുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട റെലവൻറ്റ് ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മരാമത്ത് നിയമപ്രകാരം അത് ആക്സസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം നമുക്ക്, കാരണം അവർ മരാമത്ത് നിയമപ്രകാരമാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലേ. ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെങ്കിലും PWD ആണെങ്കിലും കൃത്യമായിട്ടുള്ള മേൽനോട്ടം, ഓവർസീ ചെയ്യുന്ന വർക്കാണത്. സോ പ്രൈവറ്റ് ബോഡീസിൻ്റെ ഇൻഫർമേഷനും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ വിത്ത് എന്താ പറയണ്ടേ, ബൈ മേക്കിംഗ് യൂസ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ വൺ ക്യാൻ ആക്സസ് ഡേറ്റ, വൺ ക്യാൻ ആക്സസ് ഇൻഫർമേഷൻ ഓഫ് പ്രൈവറ്റ് ബോഡീസ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയും, ഇഫ് ഗവേൺഡ് ബൈ എ ഗവൺമെൻറ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തേ. ഇത് ഒരു മെയിൻസ് ചോദ്യമാണ്, റൈറ്റ് ടു ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെയിൻസ് ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പം നമ്മൾ മറ്റ് ചില വകുപ്പുകളും, നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില റെലവൻറ്റ് വകുപ്പുകളൂടെ നമുക്കൊന്ന് പഠിച്ചു പോകണം. അപ്പം ഓപ്ഷൻ എ വായിച്ചേ.
ആൻ ആപ്ലിക്കന്റ് മേക്കിംഗ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഷാൾ നോട്ട് ബി റിക്വയർഡ് ടു ഗിവ് എനി റീസൺ ഫോർ റിക്വസ്റ്റിംഗ് ദ ഇൻഫർമേഷൻ. എന്താ പറഞ്ഞേക്കുന്നത്? വിവരാവകാശം തേടുന്ന ഒരു വ്യക്തി എന്തിനാണ് വിവരാവകാശം തേടുന്നത് എന്നുള്ളത് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് പർപ്പസിനാണ്, എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കാരണം, എന്ത് കാരണം കൊണ്ടാണ് വിവരാവകാശം തേടുന്നത് എന്നുള്ളത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കത് നോക്കാം. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്നുള്ളത് നോക്കാം. ഓക്കെ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈസ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നു, വിവരാവകാശം തേടുന്ന ഒരു ആപ്ലിക്കൻ്റ്, റിക്വസ്റ്റ് ഇടുന്ന ഒരു ആപ്ലിക്കൻ്റ് റീസൺ ഒന്നും നൽകേണ്ടതായിട്ടില്ല. എന്തിനാണ് എനിക്ക് ഈ വിവരാവകാശം, ഞാൻ ഈ വിവരാവകാശം കൊണ്ട് കിട്ടിയ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, അല്ലെ എന്ത് പർപ്പസിനാണെന്നുള്ളത് ബോധിപ്പിക്കേണ്ട. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. ദർ ഷാൾ ബി നോ ഒബ്ലിഗേഷൻ ടു ഗിവ് എനി സിറ്റിസൺ ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. പബ്ലിക് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പബ്ലിക് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടി അപ്പോയിൻ്റ് ചെയ്യുന്ന ഒഫീഷ്യൽസിനെയാണ് നമ്മൾ CPIO എന്നും SPIO എന്നും പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്, തിരിഞ്ഞു പോകരുത്. മറ്റേത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുമാണ്. അവർക്കൊപ്പമുള്ളത് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സാണ്. ഓക്കെ, ഇത് വേറെ തന്നെയാണ്. ഞാനിപ്പോൾ പറഞ്ഞത് അവരെക്കുറിച്ചല്ല, ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്കറിയാം പബ്ലിക് അതോറിറ്റീസ് ഉണ്ടെന്നറിയാമല്ലോ. പബ്ലിക് അതോറിറ്റീസ്, ഇപ്പം ഒരു പഞ്ചായത്ത് ഓഫീസ്, ഇറ്റ്സ് എ പബ്ലിക് അതോറിറ്റി. സെക്ഷൻ 2H പ്രകാരം ഒരു പബ്ലിക് അതോറിറ്റിയാണ്. ആ പഞ്ചായത്ത് ഓഫീസിൽ അവിടേക്ക് വരുന്ന വിവരാവകാശം തേടുന്നവർക്ക്, വിവരാവകാശത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക്, തേടുന്ന ആളുകൾക്ക് വിവരാവകാശം നൽകുന്നതിന് വേണ്ടി ആ പബ്ലിക് അതോറിറ്റി അപ്പോയിൻ്റ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. എന്താണ്? സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഓക്കെ, സംസ്ഥാന തലത്തിൽ ഓരോ പബ്ലിക് അതോറിറ്റിക്ക് എന്ത് കാണും? അവിടെ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കാണും. ഓക്കെ, മനസ്സിലായോ? കേന്ദ്ര സ്ഥാപനങ്ങളാണെങ്കിൽ അവർ അപ്പോയിൻ്റ് ചെയ്യുന്നതാണ് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ്. സോ ഇവർ കമ്മീഷണേഴ്സ് അല്ല, ഇവർ വിവരാവകാശം നൽകാൻ ബാധിക്കപ്പെട്ട അതത് പബ്ലിക് അതോറിറ്റീസിൻ്റെ എന്താണ് ഓഫീസ് ഹോൾഡേഴ്സാണ്. പബ്ലിക് അതോറിറ്റീസിൻ്റെ വിവരാവകാശം നൽകാൻ ബാധിതപ്പെട്ടിട്ടുള്ള പബ്ലിക് ഒഫീഷ്യൽസ് ആണ് ആര്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ പോയിന്റ് ക്ലിയർ ആണോ? സോ അത്തരത്തിൽ ഒരു പബ്ലിക് അതോറിറ്റിക്ക് അല്ലെങ്കിൽ CPIO ആയാലും SPI ആയാലും അവർക്ക് ഒബ്ലിഗേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ബാധ്യതയില്ല. എന്തിന് ബാധ്യതയില്ല? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന, അതായത് ബൗദ്ധിക സ്വത്തവകാശം എന്ന് പറയും. ബൗദ്ധിക സ്വത്തവകാശത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ വിവരങ്ങൾ നൽകേണ്ട ബാധ്യത ആർക്കില്ല? പബ്ലിക് അതോറിറ്റിക്കില്ല, അല്ലെങ്കിൽ CPIക്കോ SPIക്കോ ഇല്ല. ആ സ്റ്റേറ്റ്മെൻറ്റ്, ആ ഓപ്ഷൻ ശരിയാണോ എന്നുള്ളത് അത് നമുക്ക് പരിശോധിക്കാം. ഇനി നിങ്ങൾ ആ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കേ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ദ ടേം ഇൻഫർമേഷൻ ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എനി പ്രൈവറ്റ് ബോഡി വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ബൈ എ പബ്ലിക് അതോറിറ്റി അണ്ടർ ആൻ എക്സിസ്റ്റിംഗ് ലോ. ഒരു എക്സിസ്റ്റിംഗ് ലോ പ്രകാരം ഒരു പബ്ലിക് അതോറിറ്റിക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൈവറ്റ് ബോഡിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് എങ്കിൽ അത് നൽകാൻ ആ പബ്ലിക് അതോറിറ്റി ബാധ്യസ്ഥമാണ്. നമ്മൾ ആ 2Fൻ്റെ ഭാഗമായിട്ട് കണ്ട പോയിന്റ് അല്ലേ ഇത്? PF, അതെ ആണ്, പ്രത്യേകം പോസ്റ്റ് അല്ല, അവിടുത്തെ ഒരു ഒഫീഷ്യലിനാണ് അത് കൊടുക്കുന്നത്. ഐ നോ ശ്രീജു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് സെപ്പറേറ്റ് പോസ്റ്റ് അല്ല, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥയായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ പബ്ലിക് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട പബ്ലിക് ഇൻഫർമേഷൻ നൽകാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റ്സ് എ ചുമതലപ്പെടുത്തിയ പോസ്റ്റാണ്. ഐ നോ ദാറ്റ്. അതിലോട്ട് വരാം. ശ്രദ്ധിച്ചേ. അപ്പം ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമുക്കറിയേണ്ടത് ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ വാലിഡിറ്റിയാണ് നമുക്കറിയേണ്ടത്. സോ നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായെന്ന് മനസ്സിലായി. പക്ഷേ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി പരിശോധിക്കുന്നതിന് വേണ്ടി നോക്കൂ, നമ്മൾ ആദ്യം പോകുന്നത് സെഷൻ 6ലേക്കാണ്. എന്താണ് ആദ്യം നമ്മൾ പോകുന്നത്? എങ്ങോട്ടാണ്? സെഷൻ 6. സെഷൻ 6 എന്താണ്? സെഷൻ 6 എങ്ങനെ ഇൻഫർമേഷൻ സീക്ക് ചെയ്യാം. നിങ്ങൾക്ക് വിവരാവകാശം വേണമെന്നുണ്ടെങ്കിൽ, സോറി ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ ശ്രീജു, നിങ്ങൾക്ക് വിവരാവകാശം തേടണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഒരു റിക്വസ്റ്റ് മേക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്ന വകുപ്പാണെന്ന് സെഷൻ 6. അപ്പോൾ എപ്പോഴും ഞാൻ ഓർപ്പിക്കുകയാണ്, നമ്മൾ ഓൾറെഡി
സെഷൻ ഏത് കണ്ടു? 2H കണ്ടു, സെഷൻ 24 കണ്ടു, സെഷൻ 2F കണ്ടു. നമ്മളിനി അടുത്ത പോകുന്നതാണെന്ത്? സെഷൻ 6. ഓക്കെ, സെഷൻ 6 പറയുന്നു നിങ്ങൾക്ക് എഴുതിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസ് ആയിട്ടുള്ള ഇമെയിൽ ഉപയോഗിച്ചോ ഒക്കെ എന്ത് ചെയ്യാം? വിവരാവകാശം തേടാം. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മറ്റേത് ഔദ്യോഗിക ഭാഷയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ സീക്ക് ഇൻഫർമേഷൻ ഫ്രം എ പബ്ലിക് അതോറിറ്റി. ഓക്കെ, നിങ്ങൾ വിവരാവകാശം സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അതാണ് നമ്മൾ പറഞ്ഞത്. എല്ലാ പബ്ലിക് അതോറിറ്റിയും ആരെ അപ്പോയിൻ്റ് ചെയ്യും? ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഒഫീഷ്യലിനെ അപ്പോയിൻ്റ് ചെയ്യും. എന്താണ്? ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഒഫീഷ്യലിനെ അപ്പോയിൻ്റ് ചെയ്യും. അപ്പം അവർക്ക് ഡെപ്യൂട്ടീസും കാണും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പബ്ലിക് ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഗവൺമെൻറ് ഓഫീസ് ആണെങ്കിൽ അവിടെ വിവരാവകാശം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കാണും. അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിൽ അല്ലെങ്കിൽ അദ്ദേഹം അവൈലബിൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഡെപ്യൂട്ടി PIOയും കാണും. ഓക്കെ, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളാണെങ്കിൽ അവർ നമ്മൾ CPIOs എന്ന് വിളിക്കും. സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിൽ SPIOs എന്ന് വിളിക്കും. അതേ ഉള്ളത് കാര്യം. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എന്തിനാണ് വിവരാവകാശം തേടുന്നത് എന്ന് നിങ്ങൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്താണ്? എന്തിനാണ് വിവരാവകാശം തേടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നോ ജസ്റ്റിഫിക്കേഷൻ ഈസ് റിക്വയർഡ്. നിങ്ങളുടെ വിവരാവകാശ റിക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ റീസൺ പറയേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, അഡ്രസ്സ്, അതെന്തിനാണ്? അത് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, നിങ്ങൾക്ക് മറുപടി തരാൻ വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഇങ്ങനെ ഒരുത്തൻ വിവരാവകാശം തേടിയിട്ടുണ്ടെന്ന് ലീക്ക് ചെയ്ത് കൊടുക്കാനൊന്നുമല്ല. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തിനു വേണ്ടി മാത്രമാണ് വിവരാവകാശ മീൻസ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് അത് സീക്ക് ചെയ്യുന്നത്? അത് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പർപ്പസിന് വേണ്ടി മാത്രമാണ്. സോ ഇറ്റ് ബിക്കം വെരി ക്ലിയർ. എന്താണ് ആ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണ്. എന്താണ്? ആൻ ആപ്ലിക്കൻ്റ് മേക്കിംഗ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഷാൾ നോട്ട് ഫർണിഷ് എനി റീസൺ വൈ ഹീ ഈസ് ആക്ച്വലി സീക്കിംഗ് ദാറ്റ് ഇൻഫർമേഷൻ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത് എവിടെ നിന്ന് നമുക്ക് മനസ്സിലായി? സെഷൻ 6 എന്ന് മനസ്സിലായി. അപ്പോൾ സെഷൻ 6 എന്താണെന്ന് ഇപ്പം തന്നെ പഠിച്ചേ. എങ്ങനെയാണ് RT പ്രകാരം വിവരാവകാശം തേടേണ്ടത് എന്ന് പറയുന്ന വകുപ്പാണെന്ത്? സെഷൻ 6. എങ്ങനെയാണ് RT പ്രകാരം വിവരാവകാശം തേടേണ്ടത് എന്ന് പറയുന്ന വകുപ്പാണെന്ത്? സെഷൻ 6. ഓക്കെ, അപ്പോൾ നമ്മൾ 4 സെഷൻസ് പഠിച്ചു. ഓക്കെ, ഇനി അടുത്തതാണ് സെഷൻ 8ഉം സെഷൻ 9. സെഷൻ 8ഉം സെഷൻ 9 ഇതൊരു ജോഡിയാണ്. സെഷൻ 8ഉം സെഷൻ 9 ഒരു ജോഡിയാണ്. സെഷൻ 8 പറയുന്നത് എക്സംഷൻസ് ഫ്രം ഡിസ്ക്ലോഷറാണ്. വിവരാവകാശം നൽകേണ്ടതല്ലാത്ത സാഹചര്യങ്ങളെ പറ്റി പറയുന്ന വകുപ്പാണെന്ത്? സെഷൻ 8. സെഷൻ 24 എന്താടേ? സെഷൻ 24 വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരാത്ത ഏജൻസീസ് ആണ് സെഷൻ 24. മനസ്സിലായോ? സോ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വന്നു കഴിഞ്ഞാലും ചില വിവരങ്ങൾ നൽകേണ്ടതില്ല. അതിനെപ്പറ്റി പറയുന്ന വകുപ്പാണെന്ത്? സെഷൻ 8, എക്സംഷൻസ് ഫ്രം ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം നൽകേണ്ടതില്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നതാണെന്ത്? സെഷൻ 8. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. രാജ്യത്തിൻ്റെ അഖണ്ഡത അതുപോലെ തന്നെ പരമാധികാരത്തെ ബാധിക്കുന്ന, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ അല്ലെങ്കിൽ പരമാധികാരത്തെ ബാധിക്കുന്ന വിവരങ്ങളാണ് തേടുന്നതെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് ആ വിവരാവകാശത്തിന് മറുപടി നൽകേണ്ടതില്ല. കാരണം സെഷൻ 8 പ്രകാരമുള്ള ഒരു എക്സംഷനാണത്. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ കോടതിയുടെ പരിഗണനയിലുള്ളതോ കോടതി വിലക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ കോടതി അലക്ഷ്യമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിലും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് നൽകേണ്ടതില്ല? വിവരാവകാശം നൽകേണ്ടതില്ല. ക്ലിയർ ആണല്ലോ? ഇനി പാർലമെൻറ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിൻ്റെ പ്രിവിലേജസ് ഉണ്ട് MLA-മാർക്കും MP-മാർക്കും. സോ അവരുടെ പ്രിവിലേജിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അകത്തും വിവരാവകാശം നൽകേണ്ടതായിട്ടില്ല. പിന്നെ അടുത്ത പോയിൻ്റാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കണ്ട ചോദ്യത്തിൽ വന്ന പോയിൻ്റ് ഇതാണ്. ട്രേഡ് സീക്രട്സ്, IPR, കൊമേഴ്ഷ്യൽ കോൺഫിഡൻസ്, ഭൗതിക സ്വത്തവകാശം, ഈ പറയുന്നത് പോലെ എന്താ പറയേണ്ടത്, ട്രേഡ് സീക്രട്ടുകൾ, ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരാവകാശ നിവേദനങ്ങൾ മറുപടി അർഹിക്കുന്നില്ല. എന്താണ്? അത്തരം കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ബാധ്യത റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഇല്ല എന്ന് ഏത് വകുപ്പ് പറയുന്നു? സെഷൻ 8 പറയുന്നു. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോ വകുപ്പും ഒന്ന് ഫെമിലറൈസ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഓക്കെ, തന്വി 8 കിട്ടൂല എന്നുള്ളൊരു എന്താ പറയേണ്ട ഒരു ടിപ്പ് തന്വി ഇട്ടിട്ടുണ്ട്. എന്താണ്? ട്രേഡ് സീക്രട്ട്, IPR, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ കോൺഫിഡൻസിനെ ബാധിക്കുന്ന വിവരങ്ങൾ ആർക്ക് നൽകേണ്ടതില്ല? ജനങ്ങൾക്ക് നൽകേണ്ടതില്ല. അടുത്തത് പിന്നെ ഫിഡീഷ്യറി റിലേഷൻഷിപ്പ്, ഒരാളുടെ വിശ്വസ്തയോടുകൂടി. ഓക്കെ, സം കോൺട്രാക്ട്സ് ആർ ദെയർ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ കോൺട്രാക്റ്റിനെ ബ്രീച്ച് ചെയ്യുന്ന, ആ വിശ്വാസ്യതയെ ബ്രീച്ച് ചെയ്യുന്ന വിവരങ്ങൾ നൽകേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ജസ്റ്റിഫൈസ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ
പൊതു താല്പര്യത്തിൻ്റെ തൂക്കം തട്ട് താന്നിരിക്കുകയാണെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് വി വെയർ ഇൻ കോൺട്രാക്ട് വിത്ത് സർട്ടൻ ഡ്രഗ് മാനുഫാക്ചറിങ് കമ്പനീസ്. ഓക്കെ, സോ ആ ഡ്രഗ് മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്ട് ഡീറ്റെയിൽ ആ ഗിവൺ ടൈമിൽ നൽകുക എന്ന് പറയുന്നത് ഇറ്റ് മേ ഇവോക്ക് പാനിക് അമംഗ് ദ സൊസൈറ്റി അല്ലേ. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ ഫിഡ്യൂഷ്യൽ റിലേഷൻഷിപ്പിലുള്ള, അതായത് വിശ്വസ്തതയിൽ കൈകാര്യം ചെയ്യുന്ന വിവരങ്ങൾ സാധാരണ നൽകേണ്ടതില്ല. കാരണം നൽകാറുണ്ട്, പൊതു താല്പര്യം മുമ്പിൽ നിൽക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാറുണ്ട്. സാധാരണ നിലയ്ക്ക് അത് നൽകാറില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ഫോറിൻ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ വിശ്വാസ്യതയിൽ കീപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് അത് നൽകേണ്ടതായിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി. എൻഡേഞ്ചേഴ്സ് ലൈഫ് ഓർ സേഫ്റ്റി ഓഫ് എ പേഴ്സൺ ഓർ റിവീൽസ് കോൺഫിഡൻഷ്യൽ സോഴ്സസ് യൂസ്ഡ് ഫോർ ലോ. ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ ജീവനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കോ അപകടകരമായിട്ടുള്ള ഇൻഫർമേഷനും വിവരാവകാശ നിയമം വഴി നൽകേണ്ടതില്ല. സോ എ തൊട്ട് ജി വരെ സെഷൻ 8 പറയുന്ന കാര്യങ്ങൾ പബ്ലിക് അതോറിറ്റി ആണെങ്കിൽ പോലും, വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു പബ്ലിക് അതോറിറ്റി ആണെങ്കിൽ പോലും ഈ പറയുന്ന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആ വിവരാവകാശം തേടുന്ന ആൾക്ക് കൊടുക്കേണ്ടതില്ല. എന്നാൽ അതിന് ചില എക്സംഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് വേറെ വരുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ജി വരല്ല, ജെ വരുണ്ട്. അടുത്ത പേജിലാണ് അതിൻ്റെ എക്സെപ്ഷൻസ് വരുന്നത്. ഇൻവെസ്റ്റിഗേഷനെ ഇമ്പയർ ചെയ്യുന്നതോ, ക്യാബിനറ്റ് പേപ്പേഴ്സ്, പിന്നെന്താ പറയണ്ടേ, ഒരാളുടെ പ്രൈവസിയിൽ അകാരണമായിട്ട് കടന്നു കയറേണ്ട സാഹചര്യങ്ങൾ, ഇതൊന്നും നൽകേണ്ടതില്ല. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ സെഷൻ 8 എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതല്ലാതെ അതിൻ്റെ അകത്ത് ആഴത്തിലുള്ള ചോദ്യം വരത്തില്ല. ഓക്കെ, ഇനി സെഷൻ 8ൻ്റെ എക്സെപ്ഷൻ പറയുന്നുണ്ട്. പബ്ലിക് ഇൻട്രസ്റ്റ് ഓവർ റൈഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ. പബ്ലിക് ഇൻട്രസ്റ്റ് ഓവർ റൈഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു താല്പര്യം മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ചില വിഷയങ്ങളിൽ വേണമെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ സെഷൻ 8ൻ്റെ വിലക്കുകൾ മറികടന്നുകൊണ്ട് പൊതു താല്പര്യം മുൻനിർത്തി വിവരാവകാശം നൽകാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ എക്സെപ്ഷൻസും കാര്യങ്ങളും ഒന്നും നോക്കി പോകണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ടൈം ബോണ്ട് ഡിസ്ക്ലോഷറിനെ പറ്റി പറയുന്നുണ്ട് വകുപ്പിൽ. എന്താണ്, 20 വർഷമൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, എന്താണ് 20 വർഷത്തിൻ്റെയൊക്കെ പഴക്കം വന്നിട്ടുണ്ടെങ്കിൽ ഈ എ തൊട്ട് ജെ വരെയുള്ള കാര്യങ്ങളിൽ 3 ഒഴിച്ചിട്ട്, 3 എന്ന് പറയുന്നത് എ ഉൾപ്പെടും കേട്ടോ, ദേശീയ സുരക്ഷ, ദേശീയ അഖണ്ഡത, പാർലമെൻ്ററി പ്രിവിലേജ്, ക്യാബിനറ്റ് പേപ്പേഴ്സ്, ഇത് 3 ഒഴിച്ച് ബാക്കിയുള്ള വ്യവസ്ഥകളിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പൊതു താല്പര്യം വെച്ച് കൊടുക്കാം. പക്ഷേ അതിനൊരു എക്സ്പയറി ഡേറ്റ് പറയുന്നുണ്ട്. 20 വർഷം പഴക്കം ചെന്ന ഇൻഫർമേഷൻസ് നൽകാം. പഴക്കം ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത് എത്രയാണ്, 20 വർഷം. 20 വർഷം കഴിഞ്ഞാൽ പോലും നൽകേണ്ടതില്ലാത്ത കാര്യങ്ങളാണ് ക്ലോസ് എയിലും സിയിലും ഐയിലും പറയുന്ന നാഷണൽ സോവറിനിറ്റി, പാർലമെൻ്ററി പ്രിവിലേജ്, അതുപോലെ തന്നെ ക്യാബിനറ്റ് പേപ്പേഴ്സ്. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ആ ഒരു 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനും ആൻസർ ആയിട്ടുണ്ട്. ക്വസ്റ്റ്യനിലൂടെ പഠിച്ചു പോകുന്നതാണ് ഏറ്റവും പ്രധാനം. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഓർത്താൽ മതി. അപ്പോൾ ഈ വകുപ്പുകളും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ മനസ്സിലോട്ട് വന്നോളും. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചേ. There shall be no obligation to give any citizen information including intellectual property. കാരണം ഇത് എവിടെ പറയുന്നുണ്ട്, സെഷൻ 8 പറയുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, സെഷൻ 6 ബന്ധപ്പെട്ടാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, സെഷൻ 2ൻ്റെ എഫുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ഇതിൻ്റെ ആൻസർ ഏത് വരും, ഇവിടെ നൺ ഓഫ് ദ എബോവ് വരും. ഇതിൻ്റെ ആൻസർ ഏത് വരും, നൺ ഓഫ് ദ എബോവ് വരും. കാരണം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നുമില്ല. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എന്താണ്, ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. വിവരാവകാശമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്ന ആൾ കാരണം ബോധിപ്പിക്കേണ്ടതായിട്ടില്ല. രണ്ടാമത് എന്താണ്, ഈ പറയുന്ന പോലെ അത് സെഷൻ 6 പ്രകാരം അത് നമ്മൾ മനസ്സിലാക്കി. ഇനി സെഷൻ 8 പ്രകാരം ചില കാര്യങ്ങൾ പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ വിവരാവകാശത്തിൽ പരിധിയിൽ നൽകാൻ പബ്ലിക് ഇൻഫർമേഷൻ ഒഫീഷ്യൽസ് ബാധ്യതപ്പെട്ടിട്ടില്ല. ആ എ തൊട്ട് ഐ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ, ജെ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ എക്സെപ്ഷൻസ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതില്ല. പിന്നെ ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ, വ്യക്തികളുടെ, മീൻസ് പ്രൈവറ്റ് എൻറ്റിറ്റീസിൻ്റെ, പ്രൈവറ്റ് ബോഡീസിൻ്റെ ഇൻഫർമേഷൻ ഏതി വരും, ടേം ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരും. സോ ഇവിടെ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരാത്തതല്ലാത്ത, എന്താ പറയേണ്ടത്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ ഇല്ല. സോ ഇവിടെ ആൻസർ ചെയ്താണ് നൺ ഓഫ് ദ എബോവ് ആണ്. ഫോഴ്സിൻ്റെ അത് ചോദിക്കും, സ്പെഷ്യൽ ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ അവരെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ സബ്സെഷൻസ് ആണ് 2ൻ്റെ H ഒക്കെ, 2ൻ്റെ H, 2ൻ്റെ F എന്നൊക്കെ പറയുന്ന സബ്സെഷൻസ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പോൾ നമ്മളൊരു ജനറൽ എക്സാമിന് ഫോഴ്സ് അല്ലാതെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ വരാത്ത സാഹചര്യങ്ങളിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇത്രയല്ല, ഇനിയുണ്ട് കുറേ വകുപ്പുകൾ നമ്മളിങ്ങനെ കാണും, ക്വസ്റ്റ്യൻസിലൂടെ കാണും. ഓക്കെ, ഇതാ നോക്കൂ, ഈ ചോദ്യം ആൻസർ ചെയ്തേ.
76-ന് 23, 76-23 കാറ്റഗറി കോഡ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത എല്ലാവരും. RT ആക്ടിൻ്റെ ഏത് വകുപ്പിലാണ് എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷനെ പറ്റി പരാമർശമുള്ളത്? എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷറിനെ പറ്റി പരാമർശമുള്ളത് ഏത് വകുപ്പിലാണ്? ഇപ്പോൾ നമ്മൾ കണ്ടതേ ഉള്ളൂ. ഏതാണ്? സെഷൻ 8 ആണ്. ഏതാണ്? സെഷൻ 8 ആണ്. ഓക്കെ, എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ. സോ നമ്മൾ പഠിച്ച വകുപ്പുകളൊന്ന് പെട്ടെന്ന് എഴുതേ. 2-ന്റെ H അറിയാം, പബ്ലിക് അതോറിറ്റി ആണ്. 24 അറിയാം, നോട്ട് ടു അപ്ലൈ ആണ്. സെക്യൂരിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ഏജൻസീസ് ആണ് അതിൽ വരുന്നത്. 2-ന്റെ F ഇൻഫർമേഷൻ ആണ്. സെഷൻ 6 നമ്മൾ കണ്ടു. സെഷൻ 6 എന്താണ്? സെഷൻ 6 ഹൗ ടു സീക്ക് ഇൻഫർമേഷൻ ആണ്. സെഷൻ 8 നമ്മൾ കണ്ടു. സെഷൻ 8 എന്താണ്? എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ ആണ്. എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അണ്ടർ RT ആക്ട് 2005 ദ ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡഡ് ടു ദ ആപ്ലിക്കൻറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. എപ്പോഴാണ് ഒരു അപേക്ഷകന് ഫ്രീ ഓഫ് കോസ്റ്റിൽ വിവരാവകാശം നൽകേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെഷൻ 7 പരിചയപ്പെടണം. സെഷൻ 7 ഈസ് ആക്ച്വലി ഡീലിംഗ് വിത്ത് ഡിസ്പോസൽ ഓഫ് റിക്വസ്റ്റ്. എന്താണ്? എങ്ങനെയാണ് ഒരു റിക്വസ്റ്റ് തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്ന് പറയുന്ന വകുപ്പാണെന്ത്? സെഷൻ 7. എന്താണ് സെഷൻ 7 ഡീൽസ് വിത്ത് വാട്ട്? എങ്ങനെയാണ് ഒരു വിവരാവകാശ അപേക്ഷ തീർപ്പ് കൽപ്പിക്കേണ്ടത്? അതിൻ്റെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഒന്ന്, CPIOയും SPIOയും 30 ദിവസത്തിനുള്ളിൽ, സാധാരണ നിലയ്ക്ക് 30 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ വിവരാവകാശം നൽകണം, അല്ലെങ്കിൽ ആ അപേക്ഷ റിജക്റ്റ് ചെയ്തിരിക്കണം. മനസ്സിലായോ? ഇനി റിജക്റ്റ് ചെയ്യാനുള്ള കാരണം ഒന്നുകിൽ സെഷൻ 8 പ്രകാരം നമുക്കറിയാം ഇന്ന കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മീൻസ് ആ പേഴ്സണൽ ഇൻഫർമേഷൻ ഓഫീസറിന് എന്ത് ചെയ്യാം? വിവരാവകാശം നൽകാതിരിക്കാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നൊരു സെഷൻ 9 കൂടെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സെഷൻ 8 അല്ലെങ്കിൽ സെഷൻ 9 ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒന്നുകിൽ റിജക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സാധാരണ നിലയ്ക്ക് 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. ആര്? SPIO ആണെങ്കിലും CPIO ആണെങ്കിലും 30 ദിവസത്തിനുള്ളിൽ എന്ത് നൽകണം? മറുപടി നൽകിയിരിക്കണം. ഓക്കെ, അതല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. റിജക്റ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ട് എവിടേക്കാണ്? ഒരു ഗ്രൗണ്ട് നമ്മൾ കണ്ടു, സെഷൻ 8 പ്രകാരമുള്ള എക്സംഷൻ ആണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സെഷൻ 9 ആണ്. ഇത് പറയുന്ന വകുപ്പ് ഏതാണ്? സെഷൻ 7 ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു പോയിന്റ്. ഇനി ചില പ്രത്യേക വിവരാവകാശങ്ങളുണ്ട്. അതായത് ഒരാളുടെ സ്വത്തിനെയോ ജീവനെയോ അയാളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന, ലൈഫ് ഓർ ലിബർട്ടിയെ ബാധിക്കുന്ന വിവരാവകാശമാണെങ്കിൽ വെരി 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 ഇമ്പോർട്ടൻറ്റ്, 48 മണിക്കൂറിനുള്ളിൽ വിവരാവകാശം നൽകേണ്ടതായിട്ടുണ്ട്. എന്താണ്? 48 മണിക്കൂറിനുള്ളിൽ വിവരാവകാശം നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, സാധാരണ നിലയ്ക്ക് 30 ദിവസത്തിനുള്ളിൽ വിവരാവകാശം നൽകുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. റിജക്റ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ട് സെഷൻ 8 ചൂണ്ടിക്കാണിച്ചോ സെഷൻ 9 ചൂണ്ടിക്കാണിച്ചോ ആണ് റിജക്റ്റ് ചെയ്യേണ്ടത്. ഇനി ഒരാളുടെ ജീവനെ അല്ലെങ്കിൽ അയാളുടെ സ്വത്തിനെ അല്ലെങ്കിൽ അയാളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന, ലൈഫ് ഓർ ലിബർട്ടിയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് എങ്കിൽ എന്താണ്? 48 മണിക്കൂറിനുള്ളിൽ ആ വിവരാവകാശം നൽകേണ്ടതായിട്ടുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റ്യനിൽ ഈ പോയിന്റ് വരുന്നുണ്ട്. ഇനി വാട്ട് ഇഫ് ഇതിൻ്റെ അകത്ത് അപ്പോൺ ഫെയിലുവർ, ഇതിൻ്റെ അകത്തൊരു ഫെയിലുവർ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? സെഷൻ 1 പറഞ്ഞിരിക്കുന്ന ടൈം ലിമിറ്റ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് പാലിക്കുന്നില്ല എങ്കിൽ ആ വാങ്ങിയ ഫീ തിരിച്ചു കൊടുക്കണം. ആ വാങ്ങിയ ഫീ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. നോ ഫീ ഷാൾ ബി ചാർജ് ഇഫ് ദ പബ്ലിക് അതോറിറ്റി ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് ദ ടൈം ലിമിറ്റ്സ് അണ്ടർ സബ്സെഷൻ 1. ഇതാണ് സബ്സെഷൻ. സെഷൻ 7 സബ്സെഷൻ 1 ആണിത്. 48 മണിക്കൂറിൻ്റെയും ആ 30 ദിവസത്തിൻ്റെയും കണക്ക് പറയുന്നത് എവിടെയാണ്? ആ സമയത്തിനുള്ളിൽ, സമയപരിധിക്കുള്ളിൽ വിവരാവകാശം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഫീ ചാർജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫീസ് ചാർജ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലായി. എന്താണ്? 30 ദിവസം അല്ലെങ്കിൽ 48 മണിക്കൂർ എന്നുള്ള കണ്ടീഷൻ ഫെയിൽ ആവുകയാണ് എങ്കിൽ. ഇനി അടുത്തതാണ് നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പല ഫീ ആണ് ചാർജ് ചെയ്യുന്നത്. അത് അവരുടെ ഒരു കോസ്റ്റ് അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രിൻ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ വിവരാവകാശം നൽകാം.
സബ്ജക്റ്റ് ടു എ റീസണബിൾ ഫീ എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ പറ്റുന്ന ന്യായമായ ഒരു ഫീ വാങ്ങാം. അതുകൊണ്ട് വിവരാവകാശത്തിന് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ ഫീ അല്ല, വ്യത്യസ്ത ഫീ ആണ് നിലനിൽക്കുന്നത്. അത് ഓർത്തിരിക്കുക. അത് ക്വസ്റ്റ്യനായിട്ട് വന്നു, പക്ഷേ ആ ക്വസ്റ്റ്യൻ വേറൊരു കാരണം കൊണ്ട് ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, ഇനി ഫീ വാങ്ങാൻ പാടില്ലാത്തത് BPL കാറ്റഗറിക്കാരുടെ കയ്യിൽ നിന്ന് ഫീ ഈടാക്കാറില്ല. എന്താണ്? BPL കാറ്റഗറിക്കാരുടെ നിന്ന് എന്ത് ഈടാക്കാറില്ല? ഫീ ഈടാക്കാറില്ല. അപ്പോൾ ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫീസ് ഈടാക്കാത്ത സാഹചര്യം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BPL കാറ്റഗറിക്ക് ഫീ ഇല്ല, 30 ദിവസത്തിൻ്റെ ടൈം ഫ്രെയിമിനുള്ള ഇൻഫർമേഷൻ കൊടുത്തില്ല എങ്കിൽ ഫീ വാങ്ങേണ്ടതല്ലേ, ഫീ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലേ, ഫീ വാങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ 48 മണിക്കൂറിൻ്റെ കേസിലും ഫീസ് വാങ്ങാൻ പാടില്ല, ആ ടൈം ഫ്രെയിം മാറുകയാണെങ്കിൽ, സബ്സെഷൻ 1 കാര്യങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് സോൾവ് ചെയ്തേ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തേ. BPLന് ഫീ ഇല്ല, സമയപരിധി ലംഘിച്ചാലും ഫീ ഇല്ല. അപ്പം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ആപ്ലിക്കൻസിന് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ടതെന്ന ചോദ്യം. നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലെത്താം. ഇഫ് ദ ആപ്ലിക്കൻ്റ് ഈസ് എ BPL പേഴ്സൺ, ശരിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കേ. വേറെ പബ്ലിക് അതോറിറ്റി ഫെയിൽസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ വിത്തിൻ 30 days ഓഫ് ആപ്ലിക്കേഷൻ. 30 days ഓഫ് ആപ്ലിക്കേഷൻ. 30 ദിവസത്തിനുള്ളിൽ ഒരു പബ്ലിക് അതോറിറ്റി ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും എന്താണ്? ഫീ ഈടാക്കാൻ സാധിക്കത്തില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നമുക്ക് ഏത് എലിമിനേറ്റ് ചെയ്യാം? സിയും എലിമിനേറ്റ് ചെയ്യാം, ബിയും എലിമിനേറ്റ് ചെയ്യാം. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ഏതാണ്? A1 and 2 ആണ് ആൻസർ. അപ്പോൾ ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് തെറ്റി നോക്കേ. പബ്ലിക് അതോറിറ്റി ഫെയിൽസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ വിത്തിൻ 45 days ആണോ? അല്ല, 30 days ആണ്. ഇനി അടുത്ത ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വേറെ പബ്ലിക് അതോറിറ്റി പ്രൊവൈഡ് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ ടു ദ ആപ്ലിക്കൻറ്റ്. തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകിയ ഫീസ് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകുകയാണ് എങ്കിൽ ആ വിവരാവകാശം തേടിയ ആൾക്ക് അപ്പീലിന് പോകാമെന്നുള്ളതാണ് പ്രൊവിഷൻ. അല്ലാതെ ഫീ തിരിച്ചു കിട്ടത്തില്ല, അയാൾക്ക് അപ്പീലിന് പോകാം. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. സോ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 and 2 ആണ് ആൻസർ. ഓപ്ഷൻ എ 1 and 2 ആണ്. ഓക്കെ, ശരി. അപ്പം നമ്മളിപ്പോൾ സെഷൻ 7 വരെ എത്തിയിരിക്കുകയാണ് അല്ലേ. നമുക്ക് ലാസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി എന്താണ് സെഷൻ 5? നമ്മൾ പറഞ്ഞില്ലേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞില്ലേ. ഏതൊരു പബ്ലിക് അതോറിറ്റിയും വിവരാവകാശം നൽകുന്നതിന് വേണ്ടി ആരെ അപ്പോയിൻറ്റ് ചെയ്യണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സിൻ്റെ ഡെസിഗ്നേഷനെ സംബന്ധിച്ച് പറയുന്ന വകുപ്പാണെന്ത്? സെഷൻ 5. ഓക്കെ, അപ്പോൾ അത് ഓർത്താൽ മതി. ഇതാ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കേ. അണ്ടർ RT Act, ഹൗ മച്ച് ടൈം ഈസ് പ്രൊവൈഡഡ് ഫോർ ഡിസ്പേഴ്സൽ ഓഫ് ഇൻഫർമേഷൻ സോട്ട് ഫോർ കൺസേൺസ് ഓൺ ലൈഫ് ഓർ ലിബർട്ടി ഓഫ് എ പേഴ്സൺ? നമ്മളിപ്പോൾ കണ്ടതാണ്. ആൻസർ എത്രയാണ്? 48 മണിക്കൂറാണ്. എത്രയാണ്? 48 മണിക്കൂറാണ്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ സെഷൻ 9 എന്താണെന്ന് പഠിക്കണം. എന്താണ് സെഷൻ 9 എന്താണെന്ന് പഠിക്കണം. സോഫാർ ഏതൊക്കെ സെഷൻ നമ്മൾ പഠിച്ചു? 2H പഠിച്ചു, 24 പഠിച്ചു, 2F പഠിച്ചു, അതിനുശേഷം സെഷൻ 6 പഠിച്ചു, സെഷൻ 8 പഠിച്ചു, സെഷൻ 7 പഠിച്ചു. നമ്മളിപ്പോൾ സെഷൻ 5 കണ്ടു അല്ലേ. ലാസ്റ്റ് നമുക്കത് ഓർഡറിൽ എഴുതാം. ഇതൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതെല്ലാം ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഓർക്കാൻ പറ്റണം. ഓക്കെ, 2H എന്തായിരുന്നു? പബ്ലിക് അതോറിറ്റി എന്താണ്? 24 എന്താണ്? പരിധിയിൽ വരാത്ത നോട്ട് ടു അപ്ലൈ. 2F എന്താണ്? ഇൻഫർമേഷനാണ്. സെഷൻ 6 എന്താണ്? ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്. സെഷൻ 8 എന്താണ്? എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ. സെഷൻ 7 എന്താണ്? എങ്ങനെയാണ് ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷന് തീർപ്പ് കൽപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന വകുപ്പാണെന്ത്? സെഷൻ 7. സെഷൻ 5 എന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ ഒഫീഷ്യൽസിനെ കുറിച്ചുള്ള അവരുടെ ഡെസിഗ്നേഷനെ പറ്റി പറയുന്ന വകുപ്പാണെന്ത്? ഈ പറയുന്ന സെഷൻ 7. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷൻ 9 എന്താണെന്ന് പഠിക്കാം. സെഷൻ 9 നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോടെ. സെഷൻ 8ഉം സെഷൻ 9ഉം ഒരു ജോഡിയാണ്. സെഷൻ 8ഉം സെഷൻ 9ഉം എന്താണ്? ഒരു ജോഡിയാണ്. സെഷൻ 8ഉം സെഷൻ 9ഉം ഒരു ജോഡിയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ജോഡിയാണെന്ന് മനസ്സിലാക്കിയത്? സെഷൻ 7ൻ്റെ സബ്സെഷൻ 1 സാധാരണ നിലയ്ക്ക് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു വിവരാവകാശത്തിന് മറുപടി നൽകേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. 30 ദിവസമാണ് പരമാവധി സമയം. ഈ 30 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറുപടി നൽകണം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. ഈ റിജക്ഷൻ്റെ ഗ്രൗണ്ടായിട്ട് പഠിച്ച ഒരു ഗ്രൗണ്ട് സെഷൻ 8ഉം
ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഗ്രൗണ്ട് എന്താണ്? സെഷൻ 9 എന്താണ്? സെഷൻ 9 അപ്പോൾ നോക്കേ, ഇവിടെ സെഷൻ 9 പറയുന്നത് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് ഹെൽഡ് ബൈ എ പേഴ്സൺ അതർ ദാൻ ദ സ്റ്റേറ്റ്. ഒരു വ്യക്തി, അതായത് കോപ്പിറൈറ്റ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് തന്നെയാണ്. ഓക്കെ, സെഷൻ 8 ഉൾപ്പെടാത്ത മറ്റൊരു വ്യവസ്ഥയാണ് സെഷൻ 9 പറയുന്നത്. ഒരു വിവരാവകാശം റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിവരാവകാശത്തിനുള്ള ഒരു അപേക്ഷ റിജക്റ്റ് ചെയ്യാം. കാരണം ആ വിവരാവകാശം നൽകുന്നത് വഴി ഒരു വ്യക്തിയുടെ, സ്റ്റേറ്റ് അല്ലാത്ത ഒരു വ്യക്തിയുടെ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചും എന്ത് റിജക്റ്റ് ചെയ്യാം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് ആ ഇൻഫർമേഷൻ നൽകുന്നത് റിജക്റ്റ് ചെയ്യാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് ആ ഇൻഫർമേഷൻ നൽകുന്നത് എന്ത് ചെയ്യാം? റിജക്റ്റ് ചെയ്യാം. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, സോ അപ്പോൾ സെഷൻ 8 സെഷൻ 9 എന്താണ്? കുറച്ചധികം കണ്ടീഷൻസ് ആണ്. എന്തിനുള്ള കണ്ടീഷൻസ് ആണ്? 30 ദിവസത്തിനുള്ളിൽ ഈ വിവരാവകാശ നിവേദനം റിജക്റ്റ് ചെയ്യാനുള്ള കണ്ടീഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ാമത്തെ സെഷന് പുറമെ 9ാമത്തെ സെഷനും വിവരാവകാശ നിവേദന അപേക്ഷ റിജക്റ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ടാണ്. അത്ര ഓർത്താൽ മതി. അപ്പോൾ സെഷൻ 8 സെഷൻ 9 എന്താണ്? വിവരാവകാശ നിയമം റിജക്റ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ട്സ് ആണ്. സെഷൻ 9 പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർക്കുക, ഇൻഫ്രിഞ്ച്മെൻറ്റ് ടു കോപ്പിറൈറ്റ്സ്. എന്താണ്? ഇൻഫ്രിഞ്ച്മെൻറ്റ് ടു കോപ്പിറൈറ്റ്സ് ആണ് വകുപ്പ്. ഓക്കെ, ഉദാഹരണത്തിന് അയാൾ ചോദിച്ച ഇൻഫർമേഷൻ ഒരു കോപ്പിറൈറ്റഡ് ബുക്കാണ്, അല്ലെങ്കിൽ ഒരു റിസർച്ച് റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ ഓൺഡ് ബൈ എ പ്രൈവറ്റ് പബ്ലിഷർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആണ് എങ്കിൽ അതെന്ത് ചെയ്യാം? റിജക്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തേ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഈസ് റിക്വയർഡ് ടു മേക്ക് എ ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കണം അണ്ടർ സെഷൻ 9 ഓഫ് RT ആക്ട്. സെഷൻ 9 ബാധകമാണ്, സെഷൻ 8 ബാധകമാണ്. സെഷൻ 8, 9 മുൻനിർത്തി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു തീരുമാനം എടുക്കാനുള്ള പരമാവധി സമയക്രമം എത്രയാണ്? പരമാവധി ടൈം എത്രയാണ്? നമ്മൾ പഠിച്ചത് തന്നെയാണ്, 30 days ആണ്. എത്രയാണ്? 30 days ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. 158/23 സെഷൻ 9 ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കേ, ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കേ. എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ 50-ലധികം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർ യു ഏബിൾ ടു ഫോളോ മീ? നിങ്ങൾ ക്ലാസ്സിനൊപ്പം തന്നെ പഠിച്ചു പോവുകയാണോ? നിങ്ങൾക്ക് എൻ്റെ ഭാഷ പിടികിട്ടുന്നുണ്ടോ? ക്ലാസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പീൽ ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ട്. അപ്പീൽ പ്രൊവിഷനെ പറ്റി നമ്മൾ പഠിക്കും. ഓക്കെ, ഇന്ന് ക്ലാസ് 1 മണിക്കൂർ വൈകി തുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കുറേ ജിഗിൾസൊക്കെ പറ്റിപ്പോയി, പ്രതീക്ഷയല്ല. ഇതാ നോക്കൂ, 158/23 ചോദിച്ച ചോദ്യമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കോപ്പി റൈറ്റ്സ് ഓഫ് എ പേഴ്സൺ അതർ ദാൻ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. ഇത് ഏത് വകുപ്പിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? സെഷൻ 9 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഏതിലാണ് പറയുന്നത്? സെഷൻ 9 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ശരി. എടാ, ഈ ക്വസ്റ്റ്യനാണ് ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ് കേട്ടോ. ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യനാണ്. ഇതെന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ നോക്കണേ. വളരെ നിസ്സാരമായ ഒരു കാരണം കൊണ്ടാണ് ഇത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് പോയത് ഈ ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നു. 2005 എന്നുള്ളതിന് പകരം എല്ലാ ഓപ്ഷനിലും 2015 എന്നായിപ്പോയി. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ദ എമൗണ്ട് ഓഫ് ഫീ പേയബിൾ ബൈ ആൻ ആപ്ലിക്കൻറ്റ് അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് മേ ബി ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? അതൊരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ളൊരു ഫീ ആയിരിക്കണം, ന്യായമായിട്ടുള്ളൊരു ഫീ ആയിരിക്കണം. ഇറ്റ് വേരീസ്. ശരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് അറ്റ് ദ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കംസ് വിത്തിൻ ദ പർവ്യൂ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇവിടെയും 2005 വരെ 2015 ആയിട്ടിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഇവിടെ ഇൻകറക്റ്റ് എന്നാണ് ഓപ്ഷനിലുള്ളത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഓക്കെ,
സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇൻ സർട്ടൺ കേസസ് ഇൻഫർമേഷൻ അണ്ടർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് മേ ബി ഒബ്റ്റെയിൻഡ് വിത്തിൻ 48 hours ഫ്രം ദ ടൈം ഓഫ് റിക്വസ്റ്റ്. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരേണ്ടത് ഏതാണ്? ആൻസറായിട്ട് വരേണ്ടത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളൂ, ബാക്കി രണ്ടും ശരിയാണ്. അങ്ങനെ ഒരു കോമ്പിനേഷനും ഇവിടെ ഇല്ല. 1ഉം 3ഉം ശരിയാണ്. അതാണ്ടല്ലോ, ഉണ്ട് കോമ്പിനേഷൻ ഉണ്ടേ. ഇതാണ് ആൻസർ. ആ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഇല്ലായിരുന്നുവെങ്കിൽ എമൗണ്ട് ഓഫ് ഫീനെ പറ്റി ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. ശ്രീജു ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇവിടെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ശരിയായിട്ട് വരേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? 1 and 3. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. 1 and 3 ശരിയും, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ പ്രൊപ്പോസിഷൻസ് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ABCD. റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ആണോ? ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 19(1) സബ് ക്ലോസ് എ. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് എ. ബ്രാക്കറ്റിൽ വരുന്നതിനെ ക്ലോസ് ആയിട്ടും സബ് ക്ലോസ് ആയിട്ടുമാണ് വായിക്കേണ്ടത്. മേജർ സാധനം ആ നമ്പറാണ്. ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 1 സബ് ക്ലോസ് എ. ഓക്കെ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സോ ഇത് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് ആൻറ്റിതെറ്റിക്കൽ ടു ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. സുതാര്യതയ്ക്കും ഉത്തരവാദിത്തത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കോൺട്രഡിക്ടറി ആയിട്ട് വരുന്ന ഒരു നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ആണോ? അല്ല. സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു നിയമനിർമ്മാണമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ആ നിലയ്ക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കേ. ഇൻഫർമേഷൻ ക്യാൻ എക്സിസ്റ്റ് ഇൻ എനി ഫോം. ഏത് രൂപത്തിലും ഇൻഫർമേഷൻ ആകാം, അല്ലേ? ഇൻഫർമേഷൻ ക്യാൻ എക്സിസ്റ്റ് ഇൻ എനി ഫോം. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2H അത് പറയുന്നുണ്ട്, 2F അത് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 4 നോക്കേ. റൈറ്റ് ടു ഇൻഫർമേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എനി പ്രൈവറ്റ് ബോഡി വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ബൈ സി. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മൾ 2F പ്രത്യേകമായി എടുത്ത് പഠിച്ചൊരു പോയിൻ്റ് അല്ലേ? ഇറ്റ് ക്യാൻ ബി ആൻഡ് ഇൻഫർമേഷൻ ക്യാൻ ബി സോട്ട് ഈവൻ ഫ്രം എ പ്രൈവറ്റ് ബോഡി വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ബൈ എ പബ്ലിക് അതോറിറ്റി. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. കനോട്ട് ബി എന്ന് ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ഇവിടെ ആൻസർ ഏതൊക്കെ വരത്തുള്ളൂ? ആൻസർ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഇല്ല, അല്ലേ? കറക്റ്റ് ഓപ്ഷൻ ഇല്ല. സോ ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഐ എം നോട്ട് റോങ്, ദിസ് ഈസ് എ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കേ. നോട്ട് കറക്റ്റ് എന്ന് ചോദിച്ചിട്ട് 1 and 2 നോട്ട് കറക്റ്റ് എന്നുള്ളത് തെറ്റാണ്. നമുക്കിവിടെ നോട്ട് കറക്റ്റ് വരുന്നത് 2 and 4 ആണ്. 2 and 4 നോട്ട് കറക്റ്റ് എന്നൊരു ഓപ്ഷൻ ഇല്ല. ഇവിടെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് കണ്ടു വന്നതാണ്. സോ ഇതും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ നോളേജ് അപ്ലൈ ചെയ്ത് നോക്കാന്നുള്ളത് നമ്മുടെ ബാധ്യത. ഓക്കെ, എന്തുകൊണ്ട് തെറ്റിയെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ? ഡിലീറ്റ് ചെയ്തെന്നുള്ളതെന്ന് അറിയണ്ടേ? അപ്പോൾ നമ്മൾ കിട്ടുന്ന ക്വസ്റ്റ്യനിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആ ഒരു പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ മൊത്തം ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ അത് ആൻസർ കാണാൻ വേണ്ടിയല്ല, മീൻസ് ഈവൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, നോക്കൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളത് എന്താണ്? നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിയമനിർമ്മാണമാണ്. പിന്നീട് സുപ്രീം കോടതി ചില പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് വേർഡിക്സിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട കേസുകളാണ് രാജ് നാരായൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. ഓക്കെ, വളരെ മുമ്പ് തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള ആ ഒരു നിയമനിർമ്മാണം നടക്കുന്നതിന് മുമ്പ് തന്നെ വന്നിട്ടുള്ള ചില അവിധി പ്രസ്താവനകളാണ് പിന്നീട് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള ലെജിസ്ലേഷനിലേക്ക് ഉൾപ്പെടെ നയിച്ചത്. അപ്പം SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ PUCL വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ നോട്ടിലുണ്ട്. നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ എല്ലാം ഞാൻ എംഫസൈസ് ചെയ്യുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 19(1) സബ് ക്ലോസ് എയിൽ വരുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ്സ് എന്നുള്ളത് നിങ്ങളൊന്ന് വായിക്കുക. ഓക്കെ, ശരി. ഇനി സെഷൻ 11 തേർഡ് പാർട്ടി ഇൻഫർമേഷനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് സെഷൻ 11 എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ ഗവൺമെൻറ് ഹാസ് ടു, അല്ലെങ്കിൽ ഇഫ് ദ പബ്ലിക് അതോറിറ്റി ഹാസ് ടു ഫെച്ച് ദ ഇൻഫർമേഷൻ നോട്ട് ഫ്രം ഇസ് ഫോൾഡേഴ്സ്, അതിൻ്റെ ഫോൾഡേഴ്സിൽ നിന്നല്ല, മറിച്ച് ഒരു തേർഡ് പാർട്ടിയിൽ നിന്നാണ് ആ ഇൻഫർമേഷൻ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫർമേഷൻ സീക്കുന്ന സാഹചര്യം ഉണ്ടാവാമല്ലോ. നേരത്തെ നമ്മൾ കണ്ട ആ പ്രൈവറ്റ് പാർട്ടീസിൻ്റെയിൽ നിന്ന്
ഒരു ഗവൺമെൻറ് ഒരു എന്താ പറയണ്ടേ ഗവേൺഡ് ബൈ എ സ്റ്റേറ്റ് ലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ലോയിലാണ് എങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിയുടെ നിന്ന് ഇൻഫർമേഷൻ സീക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെ ഗവേൺ ചെയ്യുന്ന പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 11 വരുന്നത്. ഒരു തേർഡ് പാർട്ടി ഇൻഫർമേഷൻ, അതായത് ഡയറക്റ്റ് ഒരു ഇൻഫർമേഷൻ എടുത്ത് കൊടുക്കാൻ സാധിക്കത്തില്ല. മറ്റൊരു പാർട്ടി ഇൻഫർമേഷൻ നൽകിയാൽ മാത്രമേ ഈ പബ്ലിക് അതോറിറ്റിക്ക്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ആ ഇൻഫർമേഷൻ ചോദിച്ച ആൾക്ക് അല്ലെങ്കിൽ സീക്ക് ചെയ്ത ആൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 11 പറയുന്നത്. അതുകൊണ്ട് സെക്ഷൻ 11 നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. അത്രേ ഓർത്താൽ മതി, അതേ ചോദിക്കത്തുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. There is a question. It's a previous year question, I think. അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻസ് പറയാം. ആ ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. പ്രൊവിഷൻസ് പറയാം. അതാ നോക്കൂ. ഒരു തേർഡ് പാർട്ടി ഇൻഫർമേഷനാണ് ഒരു പബ്ലിക് അതോറിറ്റിയിൽ നിന്ന് ഒരു വ്യക്തി സീക്ക് ചെയ്യുന്നതെങ്കിൽ, ആവശ്യപ്പെടുന്നതെങ്കിൽ, ആ തേർഡ് പാർട്ടിക്ക് ആ ഒരു അപേക്ഷ കിട്ടി 5 ദിവസത്തിനുള്ളിൽ നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആ തേർഡ് പാർട്ടിക്ക് നോട്ടീസ് അയക്കണം. ഓക്കെ, 5 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് നോട്ടീസ് ചെയ്യണം. ഓക്കെ, കാരണം ഇത് ഡയറക്റ്റ് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. സോ ആ തേർഡ് പാർട്ടിയെ ഇൻറ്റിമേഷൻ കൊടുക്കണം. ആ ഇൻറ്റിമേഷൻ കൊടുക്കാനുള്ള ബാധ്യത 5 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. ഓക്കെ, സോ 5 ദിവസത്തിനുള്ളിൽ കൊടുക്കുമ്പോൾ തേർഡ് പാർട്ടിക്ക് ആ കത്ത് കിട്ടി 10 ദിവസത്തിനുള്ളിൽ റെപ്രസെൻറ്റേഷൻ കൊടുത്താൽ മതി. ഇത് തരാൻ സാധിക്കുമെന്നോ തരാൻ സാധിക്കില്ല എന്നുള്ള ഇൻഫർമേഷൻ 10 ദിവസത്തിനുള്ളിലാണ് തേർഡ് പാർട്ടി ഈ പബ്ലിക് ഒഫീഷ്യലിന് അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മറുപടി കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഈ ഒരു ടൈം ഫ്രെയിം മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പം തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്യുന്നൊരു ഡിസിഷൻ ആണ് എങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 30 ദിവസത്തിലല്ല 40 ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കിയാൽ മതി. അത് റിജക്റ്റ് ചെയ്യുന്നുണ്ടോ അതിന് മറുപടി കൊടുക്കുന്നുണ്ടോ എന്നുള്ള തീരുമാനം. ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട് നമ്പർ ഓഫ് ഡേയ്സിൽ. സെക്ഷൻ 11 പ്രകാരം തേർഡ് പാർട്ടി ഇൻവോൾവ് ആണ് എങ്കിൽ, ഓക്കെ, തേർഡ് പാർട്ടി ഇൻവോൾവ് ആണ് എങ്കിൽ 40 ഡേയ്സിൻ്റെ ടൈം ഫ്രെയിം ഉണ്ടെന്നുള്ള കാര്യം മാത്രം നിങ്ങളൊന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് 5 ടോപ്പിക്സ് ആണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കവർ ചെയ്ത ടോപ്പിക്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ, ഇവിടെ വരെയുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും ഇതിൻ്റെ അപ്പോയിൻമെൻറ്റും ഇതിൻ്റെ റിമൂവലും, മീൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസ് ഹോൾഡേഴ്സിൻ്റെ റിമൂവലിനെ പറ്റിയൊക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, പ്ലസ് അപ്പീലേറ്റ് അതോറിറ്റി ആരാണ്, അപ്പീലേറ്റ് അതോറിറ്റി എന്താണ്, ഫസ്റ്റ് അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡ് അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ടൈം ലിമിറ്റും പഠിക്കണം. ഓക്കെ, സോ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നമുക്കൊരു 3 hours ക്ലാസ് പോകാമെന്നായിരുന്നു. 1 മണിക്കൂർ നമുക്ക് നഷ്ടപ്പെട്ടു. സോ ഈ പോർഷൻ ഞാൻ നാളെ രാവിലെ 8 മണിക്ക് ഈ സെഷൻ 1ൻ്റെ തന്നെ നമ്മുടെ ഫസ്റ്റ് സെഷൻ്റെ ലൈവ് വീണ്ടും വെക്കുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ഓപ്പണായിട്ട് തന്നെ തരാം. ഫസ്റ്റ് സെഷൻ്റെ ലൈവ്, മീൻസ് ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ തൊട്ട്, അതായത് നമ്മളിപ്പോൾ എവിടെയാണോ പഠിച്ചു നിർത്തിയത്, സെഷൻ 11 വരെ നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുണ്ട്.